കഥകൾ കാണാൻ ചിരിയുടെ പൂരം പൊടിപൂരം. കണ്ണം വെച്ചൊരു കോട്ട നയിച്ചൊരു മണ്ടച്ചാരുടെ ചിരിയുടെ കഥകൾ കാണാം കോലം ചിരിയുടെ പൂക്കാലം. മാറുന്ന ലോകത്തിൽ മാറാത്ത ചിലരുടെ മായാത്ത കഥകളുണ്ടേ. കാണാത്ത ചിരിയുടെ കേൾക്കാത്ത കഥയുടെ ഉല്ലാസത്തേരിക്കാതോരം കേൾക്കാൻ വായോ. നാടോടുമ്പോൾ നടുവേ ഓടണ നാട്ടിൽ നടക്കണ ചിലരുടെ കഥകൾ കാണാ ചിരിയുടെ പൂരം പൊടിപൂരം. കണ്ണം വെച്ചൊരു കോട്ട നയിച്ചൊരു മണ്ടച്ചാരുടെ ചിരിയുടെ കഥകൾ കാണാം കോലം ചിരിയുടെ പൂക്കാലം. പൂക്കാലം 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 പൂക്കാലം. നാടോടുമ്പോൾ നടുവേ ഓടണ നാട്ടിൽ നടക്കണ ചിലരുടെ കഥകൾ കാണാൻ ചിരിയുടെ പൂരം പൊടിപൂരം. കണ്ണം വെച്ചൊരു കോട്ട നയിച്ചൊരു മണ്ടച്ചാരുടെ ചിരിയുടെ കഥകൾ കാണാം കോലം ചിരിയുടെ പൂക്കാലം. ഹലോ, ഇത് ബോണ്ട മൊയ്തീനാണ്. അതെ, നമ്മൾ വിളിച്ചെന്താന്ന് വെച്ചാലേ ഇന്ന് ഹോട്ടൽ ഉച്ച കഴിഞ്ഞേ തുറക്കുള്ളൂ. എന്താന്നാ, അതെ നമ്മുടെ ഹോട്ടലിന്റെ പരസ്യം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോവേണേ. എന്തിനാ എന്റെ ചങ്ങാതി ഹോട്ടലിൽ കൊള്ളൂല്ലാത്ത ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഇൻസ്പെക്ടർമാർ കയറിയിട്ട് ഹോട്ടലൊക്കെ പൂട്ടിച്ചില്ലേ. ഹോട്ടലുകാർക്ക് മൊത്തം പണി കിട്ടിയേക്കല്ലേ. അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ കടയിലെ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു പരസ്യം ഷൂട്ട് ചെയ്യാണ്. മനസ്സിലായ? ക്യാമറമാൻ ഇപ്പോരും. നീ ഫോൺ അവിടെ വെച്ചോ, ബക്കട ഇറക്കാം അവിടുന്ന്. അല്ല പിന്നെ ശുക്രേ, ഞാൻ വന്നട ഇറക്കാം ഇങ്ങോട്ട്. എന്താണ് മുതലാളി എന്നെ വിളിക്കാ? എടാ ക്യാമറമാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. നീ അതിന്റെ അകത്ത് എന്തെടുക്കാണ്? എന്റെ മുതലാളി ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ മുതലാളിയെ ഞാൻ നമ്മളുണ്ടാക്കിയ ചാമ്പാർ ഇന്ന് ചീത്തയായി. ഞാൻ ആ പശുവിന്റെ കാടി വെള്ളത്തിട്ട് കൊടുത്തോട്ടെ. നമുക്ക് കൊന്നുകളെ ഞാൻ എന്തുട്ട് കാണിക്കാനാ? പിന്നെ നീ ആ സാമ്പാറിൽ നിന്ന് കഷ്ണം മൊത്തം ഇങ്ങനെ ഭാര്യ എടുത്തിട്ട് ഒരു തോരനുണ്ടാക്കി. എന്നിട്ട് ബാക്കിയുള്ള സാമ്പാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇച്ചിരി കടുകും മുളകും താളിച്ചങ്ങ് ഇട്ട രസമായില്ലേ. ഒരു വെടിക്ക് രണ്ട് കറി ആയില്ല. അല്ലാ, ഇതാരാണ് ഈ പറഞ്ഞത്? ഈ ബോണ്ട മൊയ്തീന്റെ ഹോട്ടൽ ഇത് തന്നെ? അതെ, പരസ്യം ഷൂട്ട് ചെയ്യാൻ വന്ന ആള്. നമ്മുടെ ഈ ഖദീജ ഹോട്ടലിന്റെ ഒരു പരസ്യം അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ബിസിനസ് ഒന്ന് നന്നാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ. ശുക്രേ, ഇങ്ങോട്ട് വന്നട ഇറക്കാം. നീ ഉള്ള പയം മുഴുവൻ തിന്നു തീർക്കുവാ. നീ പോയിട്ട് ക്യാമറമാൻ സാറിനോട് നല്ല ചായ എടുത്തോണ്ട് വന്നേ. ഇവിടെ ഇപ്പോഴും ഈ പഴയ ഭക്ഷണം തന്നെയാണ് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഖദീജ ഹോട്ടലിൽ പഴയ ഭക്ഷണത്തിന്റെ ഇടപാടില്ല. പിന്നെ ഇത്തിരി ചോറെങ്ങാനും ബാക്കി വരികയാണെങ്കിൽ പിറ്റേ ദിവസം അതിങ്ങനെ അരച്ചിട്ട് ഇഡലി ഉണ്ടാക്കും. ഇഡലി ബാക്കി വന്നാ പിറ്റേ ദിവസം അതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ദോശ ഉണ്ടാക്കും. അപ്പൊ ദോശ ബാക്കി വന്നാ വൈകുന്നേരം രസവട ഉണ്ടാക്കും. പിന്നെ കുറെ ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഹതഭാഗിനെ പടച്ചൻ ഇങ്ങോട്ട് പറഞ്ഞു അവൻ അത് മേടിച്ച് തിന്നോളും. അങ്ങനെ നമ്മുടെ സാധനം തീരും. കണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മണം പിടിച്ചിങ്ങോട്ട് വന്നോളും. ഇക്ക പഴംപൊരി ഉണ്ടാക്കാന് ഒരു ഏത്തപ്പഴം 2 മുറിച്ചപ്പോ ഞാൻ എടി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഏത്തപ്പഴം 5 ആയിട്ട് മുറിക്കണം. ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് 5 പഴംപൊരി. അതാണ് നമ്മുടെ കണക്ക്. മനസ്സിലായ? ഇക്കാന്റെ ഭാര്യയാണ്. പെട്ടുപോയതാണ് മോനെ. നല്ല ചെറുപ്പക്കാരിയാണല്ലോ. പേരെന്താണ്? നിന്റെ മൂത്തപ്പാറ്റ് കെട്ടി പോയി പഴംപൊരി ഉണ്ടാക്കടി. മൊയ്ലാലി സാറിന് ചായ കുടിക്ക്. അയ്യേ, ഈ ചായക്ക് എന്താ ഒരു പുളിച്ചോ വേണം?
എടാ ശൈത്താനെ, ചായ കൊണ്ടുവരാൻ പറഞ്ഞ കാപ്പിയാണ് കൊണ്ട് കൊടുക്കണത്. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ നോക്കിയും കണ്ടും കൊടുക്കണ്ടടാ. എന്റെ മുതലാളി എലിവിഷം എന്തായാലും നമുക്ക് എലിവും ചത്തിട്ടിയാ പോലെ. ആ, ഒരു ദിവസം വിഷം ഞാൻ വയ്ക്കും. എടുത്തോണ്ട് പോടാ. ഞാനിത് കുടിച്ചാ പോലെ. പോടാ. അല്ല, സത്യം പറഞ്ഞാല് ഇവിടുത്തെ ചായക്കൊരു കാടിവെള്ളത്തിന്റെ ചൊവ്വയാണ്. ഹോട്ടൽ ഖദീജ, രുചികരമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഏക ഹോട്ടൽ. ആഴ്ചകളോളം പഴക്കമുള്ള പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങളുടെ കടയിലില്ല. ഇന്നുണ്ടാക്കുന്നവ ഇന്ന് തന്നെ വെക്കുന്നു. നാളെ എന്നൊരു വാക്ക് ഞങ്ങളുടെ ഈ ഹോട്ടലിലില്ല. പുതുമയാർന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഹോട്ടൽ ഖദീജ. പഴയ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാപ്രേ, പുതിയ ബസ് സ്റ്റാൻഡിന്റെ കിഴക്കേപ്രേ. നല്ല ഇനം ആഹാര സാധനങ്ങൾ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കുന്നു ഹോട്ടൽ ഖദീജ. അല്ല, അപ്പൊ നീ ഇത് ഷൂട്ട് ചെയ്യല്ലായിരുന്നോ? അറിയാം. പ്രായമുണ്ട്. ആ പുള്ളിക്ക് നല്ല പ്രായമുണ്ട്. ഇത്തണെങ്കിൽ നല്ല ചെറുപ്പമാണ്. അല്ല, നമ്പർ തന്നില്ലട്ടാ. ഹോട്ടൽ ഖദീജ. ഫോൺ നമ്പർ 62 32 45. എന്റെ നമ്പർ അല്ല, എന്റെ നമ്പർ. അവനത് ഫീഡും ചെയ്ത് ഇനി തലക്ക് വെളിവ് ഉണ്ടാവില്ല. കേറി പോയടി പിശാച് അവിടുന്ന്. മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കളയാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അല്ലുക ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഗ്യാരണ്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ബീഫ് കറിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയത് ഇവിടെ വെച്ചിട്ട് പുതിയത് കൊടുത്തുവിടും. അപ്പൊ പഴയതാ? പഴയത് കഴിക്കാനായിട്ട് പഠിച്ചോണ്ട് ഏതെങ്കിലും പഴയ മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളും. മനസ്സിലായ? അപ്പൊ ഇനി നമുക്ക് പരസ്യത്തിലേക്ക് കടക്കാം. വായ്ക്ക് രുചിയുള്ള ആഹാരം വൃത്തിയുള്ള പാത്രത്തിൽ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. നിങ്ങളുടെ വയറ് നിറഞ്ഞാൽ ഞങ്ങളുടെ കീശ കൽബ് നിറയും. അതാണ് നമ്മുടെ ഈ ഹോട്ടലിന്റെ പ്രത്യേകത. ഹോട്ടൽ ഖദീജ. സപ്ലയർ ഷുക്കൂർ, ആത്മാർത്ഥമുള്ള പണിക്കാരൻ. ഷുക്കൂർ പതിഞ്ഞ മോനെ, എല്ലാം പതിഞ്ഞ. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ആശുപത്രി പോയില്ലേ? ഗുളികക്കും മരുന്നിനും കുറിച്ച് തന്നിട്ടുണ്ട്. ഒരു 250 രൂപ വേണം. എന്താ ചെയ്യണേ? 250 രൂപയുണ്ട്. വേഗം പോയി മരുന്ന് മേടിക്കും, അസുഖം കുറയട്ടെ. ചെല്ലി. അല്ലിക്ക് ഇത് ആരെ എന്ത് പറ്റിയത്? അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കടയിൽ നിന്ന് ഒരു പൊറോട്ട കടിച്ചു പറിച്ചു നിന്നതാ. താടിയല് തെറ്റിപ്പോയി. കഴുത്തിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 2 ആഴ്ച കഴിഞ്ഞാൽ ശരിയാവുന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതൊക്കെ അങ്ങനെ കിടക്കും, നമുക്ക് പരസ്യം പിടിക്കാം. ഹോട്ടൽ ഖദീജ. നല്ല ഇനം നാടൻ ഭക്ഷണങ്ങൾക്ക് സമീപിക്കുക ഹോട്ടൽ ഖദീജ. വറുത്തരച്ചു വച്ച ബീഫ് കറി, ബീഫ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ, പിന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് മസാല. അല്ലിക്ക ഈ ബീഫ് റോസ്റ്റും ബീഫ് മസാലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെറും 3 ആഴ്ചത്തെ വ്യത്യാസം. അതായത് ഈ ബീഫ് മസാലയുടെ ഉപ്പൂപ്പയാണ് ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റിന്റെ മൂത്താപ്പയാണ് ബീഫ് ഫ്രൈ. ഒരേ കുടുംബത്തിലുള്ള ചേട്ടനനിയന്മാർ. 3 ആഴ്ചത്തെ പഴക്കൊണ്ടെന്ന് മാത്രം. ഹോട്ടൽ ഖദീജ. ഖദീജ ഹോട്ടൽ? ആ, അതെ. PSC ടെസ്റ്റിംഗ് കഴിഞ്ഞ് വരികയാണല്ലേ? ഷുക്കൂറെ, നല്ല കച്ചവടം ഉണ്ടാവൂട്ടടാ. അതെ, നിങ്ങൾ ആരാണ്? അതെനിക്കറിയാം. ഞാൻ ഖദീജ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ മൊയ്തി. ഞാൻ ഫുഡ് ഇൻസ്പെക്ടറാണ്. ഫുഡ് ഇൻസ്പെക്ടർ. പടച്ചോനെ, നിങ്ങൾ ഹോട്ടലിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണ? അതിനിവിടെ പഴയ ഭക്ഷണമൊന്നും ഇല്ല. അതെ, എനിക്ക് ഇവിടുത്തെ എല്ലാ ആഹാരങ്ങളും കുറേശ്ശെ എടുക്ക്, ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. അല്ല, സാറ് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരെ, ഇവർക്കും കൂടി ഉള്ളത് പറയുന്നത് കേട്ടാ മതി കേട്ടോ. അല്ല, വെള്ളിയാഴ്ച പള്ളിയിൽ ജുമ കഴിയുമ്പോ കുറച്ച് കച്ചവടം ഉള്ളതാണ്. ശുക്കൂറെ, ഉള്ളതെല്ലാം കൂടി തട്ടിക്കൂട്ടി കുറച്ചും കൂടെ എടുത്തോണ്ട് വാടാ, സാറിന് ടേസ്റ്റ് ചെയ്യണോന്ന്. ഓ, കല്യാണ പെണ്ണ് വന്ന പോലെയാണ് വന്നത്. ഇങ്ങട് 2 കസേര 2 ചെയർ എടുക്കൂ, വേഗം എടുക്കൂ. അതെവിടെ എടുക്കും? ഒരു കുഴപ്പമില്ല സാറേ, നല്ല ബെസ്റ്റ് സാധനങ്ങൾ ഇവിടുത്തെ. ഞാൻ നോക്കട്ടെ. പോയിക്കട്ടാ. ഒന്ന് കഴിച്ചു നോക്ക് സാറല്ലേ. ഇതെങ്ങനെ കഴിക്കാൻ? എന്താണോ ഇത്? കോഴിക്കട്ട. കോഴിക്കട്ടെ. കോഴിക്കട്ടല്ലേ ഇത്? കോഴിക്കാഷ്ടം. എന്താണോ ഇത്? നല്ല അഭിപ്രായമുള്ള സാധനമല്ലേ? എന്താ ഇത്? ഉണ്ടംപൊടി. ഇവിടെ ചുറ്റി കിട്ടുമോ? എടുത്തോണ്ട് വാ. സ്ട്രോങ് ആണ്, ഒരെണ്ണം കഴിച്ചാൽ മതി. അവിടെ കിടന്നോളൂ ഒരാഴ്ച. ആ, കൊണ്ടുവാ. ഉണ്ടംപൊരി. ഇങ്ങനെയാണ് ഉണ്ടംപൊരി ഉണ്ടാക്കണത്? അല്ല, അത് നല്ല അഭിപ്രായമുള്ള സാധനമാണ്. പിടിച്ചത് ഇതെന്താ? ഗ്ലാസ് കഴിക്കുക വെള്ളം? രസം. ഇതാണോ രസം? ആ,
ഇതെന്താ ഇത്? മോരി മോരി മോരി. ശ്ശോ, എന്റെ പൊന്നെ ഇത് മണത്തു നോക്കിയേ. ഥു. ഥു. എന്നാ പിടിച്ചേ, ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. അയ്യോ സാറേ ഭയങ്കര എരിവാ, ഞാൻ ഭയങ്കര പറഞ്ഞേക്ക്. എരിവാ. ഇതെന്താണോ ഇത്? വടാ. ആ ഫയലിംഗ് എടുക്ക്. ഇവനെ ഒന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അല്ല, അത് അല്ല, എന്താന്ന് വെച്ചാ ഞാനത് ചെയ്തേക്കാന്ന്. വേണ്ടോടാ, അതൊന്നും ശരിയാവൂല. ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തനിക്കെതിരെ കേസെടുക്കും. ഈ കത്തിയ ഹോട്ടലിൽ പൂട്ടിക്കും. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഒരു ഫുഡ് ഇൻസ്പെക്ടർ നിലയ്ക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാറേ ഞാൻ പറയണേക്ക്. മൊയ്തനിക്ക, മൊയ്തനിക്ക. No excuse. ഇതെന്താണ് ഇവിടെ ഒച്ചപ്പാടും പാടും ഒക്കെ? ആരാ ഇവരൊക്കെ? ഇതാരോടോ ഇത്? ഇതാരാ ഇത്? ഭാര്യ. ഭാര്യയാണ്. ആ ഭാര്യയാണല്ലേ? കാണിച്ച്. ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. ഞാൻ ഇതിലെ പോയപ്പോ വെറുതെ കയറിയതാ. ഇയാളെന്റെ ആരുമല്ല. ഞാൻ ഭാര്യയില്ലെന്ന് പറയണേ. താൻ കള്ളത്തരം പറയല്ലേ? താനേ കടാ. അല്ല, ഞാൻ ഇവിടുത്തെ ആരുമല്ല. വെറുതെ ഒറ്റയായിട്ട് പെണ്ണ് നോക്കിയാണേ. അള്ളാൻ ആരുമല്ല. ഇത് ഏതോ ഒറ്റ പരിപാടിയുള്ളു. തന്നെ അകത്താക്ക, ഹോട്ടലിൽ പൂട്ടിക്കാൻ. ഹോട്ടലിൽ പൂട്ടിക്കാം. സാറേ, എല്ലാ ഭക്ഷണം ഇവിടുത്തെ മോശം പറഞ്ഞ അങ്ങനെ തള്ളി കളയല്ലേ. ആ. സാറേ ദേ ഈ സാധനം ഒന്ന് കഴിച്ചു നോക്ക്. എന്താ കൊല്ലം സിറാജ്. കൊല്ലം സിറാജ്? ചിക്കൻ സിറാജ്. ചിക്കൻ സിറാജ്? ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ്. അതെ. ആ, പുറത്തുനിന്ന് എന്തോ ഒരു ആൾക്കാർ വന്ന് തല്ലിട്ട് പോകണം. ഇത് കഴിച്ചോണ്ട് പോകണമെന്നറിയാവോ? ഉഗ്ര സാധനമാണ്, നല്ല സാധനമാണ്. സാറിന് ഇത് കഴിക്ക്. എന്നിട്ട് സാർ എന്നെ കംപ്ലൈന്റ് എടുക്കേ, എന്നെ ജയിലിലടക്കേ, എന്നെ സാറ് എന്താ ചെയ്തോ. ഇതൊന്ന് കഴിച്ചു നോക്ക് സാറ്. ഇതിന് complaint ഒന്നുമില്ല? ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല സാധനമാണ് ഇത്. ഭയങ്കര ഓട്ടമുള്ള സാധനമല്ലേ. കഴിച്ചേ. സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നല്ല സാധനമാണ്, നല്ല ടേസ്റ്റാ. കൊതിയിട്ട് സാറിന്റെ വയറുകളാണ്ട് വേണമെങ്കിൽ ഒരു ഭക്ഷണം എടുത്ത് തിന്നോളെ. എനിക്ക് വേണ്ട. മണം മണം എവിടെ നിക്കൂന്നറിയോ ഇതിന്റെ? അയ്യോ, എന്താ വല്ല വിഷമാണോ? അയ്യോ സാറേ, വാ. വാ, നമുക്ക് പോയേക്കാം. എന്തുകൊണ്ടാ അവിടുന്ന് വല്ല ഭക്ഷ്യവിഷവാദാണ്? ഭക്ഷ്യവിഷബാധയല്ല, ഇത് ഭക്ഷ്യവിഷ ഒഴിയാബാധ. തീർന്ന സഹിക്കാവുന്നതിന്റെ അപ്പുറം അയച്ചോ. ഇനിയെങ്കിലും ഈ മനുഷ്യൻ കൂടി നിർത്തിയില്ലെങ്കിൽ പിള്ളേർക്ക് വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഞാനും അങ്ങ് ചാവും. മോളെ, അങ്ങനെയൊന്നും പറയരുത്. ഇപ്രാവശ്യം അവൻ ധ്യാനത്തിന് പോകാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അവൻ മദ്യപാനം നിർത്തും. പോയി വരട്ടെ. ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്ന് അറിയാവോ ധ്യാനത്തിന് പോകുന്നത്? ഇതിപ്പോ 12ാമത്തെ തവണയാ. നന്നാണെങ്കിൽ എപ്പോഴും നന്നായനെ. ഇവര് പറഞ്ഞത് നീ കേട്ടല്ലോ. ഇനിയെങ്കിലും നന്നാകാൻ നോക്ക്. എന്റെ ചോ ആദ്യം നന്നാകേണ്ട ഞാനല്ല, ഇവളാ. ഞാൻ എന്ത് ചെയ്തെന്നാ? എടിതേ, നീ മിണ്ടരുത് കേട്ടോ. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഞാൻ അല്പം മദ്യപിച്ചിട്ട് ചെന്ന ഇവൾ അപ്പൊ തുടങ്ങി ഈ മുടിഞ്ഞവള്. പിന്നെ ഒച്ചപ്പാടായി ബഹളമായി ഒരു സ്വസ്ഥത സമാധാനം ഈ മുടിഞ്ഞവൾ എനിക്ക് തരത്തില്ല, അറിയോ? അത് ശരി, അപ്പൊ ഞാനാണ് കാരണക്കാരിയല്ലേ? നിങ്ങൾ കുടിച്ച് കൂത്താടി ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നോക്കാതെ നടക്കുന്നതിനൊന്നുമില്ലല്ലേ? എന്ത് ഉത്തരവാദിത്തം ചെയ്തില്ലെന്നാണ് പറയുന്നത് മൂദേവി? ഇത് പള്ളിമേടയാണ്. കുറച്ചുകൂടെ സൗമ്യമായി സംസാരിക്കൂ. അങ്ങനെയാണോ? എന്നാ വാഴ്ത്തപ്പെട്ട മൂദേവി മതി. അമ്മയെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അമ്മേനെ അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? എന്താ ഇത്? ഇയാള് മിക്കവാറും എന്നെ കൊണ്ട് ചാവും. ആ, നിർത്ത്. അച്ഛനത് കണ്ടില്ലേ? ഈ ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഈ മുടിഞ്ഞ ചെറുക്കിന് ചോറ് കൊടുത്ത് വളർത്തുവാ ഇവള്, എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട്. ഞാൻ അങ്ങനെ മനസ്സമാനട്ട് എന്റെ വീട്ടിൽ കിടന്നുറങ്ങും. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ബിയറായ മടി വെക്കാം, ബീവറേജ് ആയാലോ? ആ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. മക്കളെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മേലിൽ അച്ഛനോട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആ, എടാ വിജയ, ഞാനിപ്പോ പണിസ്ഥലത്താ. ആ, വീടിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കടാ. പെയിന്റ് അല്ലടാ, പെയിന്റ്. ആ, നിങ്ങൾ കൂടിക്കൂ. എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. എവിടെയാണെന്നോ? നിന്റെ മുമ്പടെ 16 അടി എന്തിരുത്തുന്നു. ഇത് പള്ളിമേടയാണ്. സൗമ്യമായി സംസാരിക്കൂ. ആ, ഓ വിജയ,
ഇത് പള്ളിമേട ആയതുകൊണ്ട് പറയുക, നിന്റെ ഗ്രാൻഡ് മാതാവില്ലേ, അവരോട് 16 അടിയന്തരത്തിന് പോവുക കേട്ടോ. സമാധാനമായല്ലോ? മതിയച്ചോ? അല്ല പിന്നെ മോനെ, നീ ഒത്തിരി നന്നാകാനുണ്ട്. ഓ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ പോയി ധ്യാനം കൂടിയിട്ട് വാ. 5 മണിക്ക് അവിടെ ധ്യാനം തുടങ്ങും. കൈ കാശൊക്കെ ഉണ്ടല്ലോ? കാശ് ഇല്ലേ? ഇതാ, ഇത് കൈ വെച്ചു. വെച്ചോടാ. ഇങ്ങോട്ട് വാ. അല്ല മോളെ, എന്തുവാടാ? അല്ല കൈ, എന്തുവാടാ ഇത്? നോക്കട്ടാ. അല്ല അത് വേറെ സാധനമാണ്. വിടറാ. എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി. അല്ലച്ചി, ഇത് കുറഞ്ഞ സാധനം. ഇത് 118 രൂപയുള്ളൂ. ഈ വക സാധനങ്ങളോട്ടാണ് നീ ധ്യാനത്തിന് പോകുന്നത്? അല്ല അത് പിന്നെ അങ്ങോട്ട് പോകുമ്പോ കളയണ്ടേ? ഈ സാധനം ധ്യാനത്തിന് പോകാൻ പറ്റൂ? ആ പെട്ടി ഇങ്ങോട്ട് തുറന്നു നോക്കച്ചോ, ഇതിനകത്ത് കാണാം എന്തെങ്കിലുമൊക്കെ. എടുക്കടാ ഇങ്ങോട്ട്. എന്താ ആ പെട്ടി ഇങ്ങോട്ടാ. അച്ഛൻ ഇതിനകത്ത് ഡ്രസ്സ്, എടുക്കടാ ഇങ്ങോട്ട്. ഡ്രസ്സ് തേച്ച് വെച്ചിരിക്കുന്ന. ഞാൻ നോക്കട്ടെ. തുറക്കച്ചോ. അത് തുറക്കണ്ട, അത് തുണിയൊക്കെ. അതൊക്കെ നോക്കിക്കോളാം. തുണി തുളുങ്ങിപ്പോ. അത് ചളവായി. എന്തുവാടാ ഇത്? അത് മാങ്ങാച്ചാറ്. എനിക്ക് കഞ്ഞി കുടിക്കുമ്പോൾ അച്ചാർ വേണ്ടേ? ഇതെന്തിനാ ഗ്ലാസ്? എനിക്ക് മറ്റുള്ളവർ കുടിക്കുന്ന ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരു ഗ്ലാസ് സെപ്പറേറ്റ് വേണം. അപ്പൊ ഈ സ്പൂണാ? ടീസ്പൂണ് കഞ്ഞി കുടിക്കണ്ടേ? ഇതൊക്കെ എന്തിനാടാ? ഇതെന്തിനാ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പോകുന്ന വഴി സ്നാക്സ് ഒന്നും കഴിക്കണ്ടേ? യാത്രയിലൊരു സ്നാക്സ് വേണം. ഇപ്പൊ തൽക്കാലം ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നീ ഈ ബാഗ് മാത്രം കൊണ്ടുപോയാ മതി. ഇയാൾ ഒരു കാലത്ത് നന്നാവില്ല എന്റെ അച്ചോ. നിന്നോട് വളരെ ഗൗരവത്തിൽ ഞാൻ പറയുക, ഈ പെണ്ണിന്റെ കണ്ണീരും കുഞ്ഞുമക്കളുടെ ഭാവിയും ഓർത്താണ് ഞാൻ ഈ കേസിൽ ഇടപെട്ടത്. ഇതെന്റെ അവസാനത്തെ ശ്രമമാണ്. ഇപ്രാവശ്യം ധ്യാനം കൂടി നീ നന്നായില്ലെങ്കിൽ നിന്റെ ഒരു കാര്യത്തിനും ഞാൻ ഉണ്ടാകില്ല. ജേക്കപ്പച്ചനാ പറയുന്നേ. സമയം കളയാതെ വേഗം പോ. 5 മണിക്ക് എവിടെ എത്തണം? പോട്ടേടാ. ധ്യാനത്തിന് പോവായിരിക്കും അല്ലേ? ചെല്ലി ചെല്ലി, ഞാൻ എത്ര ധ്യാനം കൂടിയിരിക്കും. എടാ ബൈജു, നീ ഇതെവിടെ പോണ്? ഞാൻ ഈ ബാഗിന്റെ സിബ് ഒന്ന് കേടായി പോയി. ആ ടെക്നീഷ്യൻ ഒന്ന് കാണണം. ഇവിടെ ധ്യാനത്തിന് പോകുമ്പോഴെങ്കിലും നുണ പറയാതെ പോടാ. അത് ശരി, കുടി നിർത്താൻ വേണ്ടി ധ്യാനത്തിനോടല്ലേ? എന്റെ പൊന്ന് രാജപ്പ, ഞാൻ ഈ നാട്ടുകാരെ അറിയണ്ടെന്ന് വിചാരിച്ചുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കുടി നിർത്താൻ തീരുമാനിച്ചു. അത് ശരി. എടാ, കുടിച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുമായിട്ട് ഭയങ്കര വഴക്കം വെക്കാണമെന്നേ എനിക്ക് മതിയായി. അതുകൊണ്ട് ധ്യാനത്തിന് പോകണം. വൈകിട്ട് 5 മണിക്ക് ധ്യാനം തുടങ്ങും. വൈകിട്ട് 5 മണി. 5 മണി. ദേ നീ വന്ന്. ദൈവത്തെ വിചാരിച്ച് നീ ഇതാരോടും പറഞ്ഞ് എന്നെ നാട്ടിക്കല്ലേ. ഫോൺ എടുക്ക്. ഹലോ. എടാ, ഞാനിപ്പോ എത്തും. നമ്മുടെ ആ ബൈജു ഇല്ലേ, അവൻ ധ്യാനത്തിനാണ് കുടി നിർത്താനായിട്ട്. അവനെ കണ്ടാരം നിന്നാ. ഞാനിപ്പോ എത്തും. ഓക്കെ ശരി ശരി. നിന്നോട് ഞാൻ എന്തോ പറഞ്ഞത്? ഞാനെന്തു പറഞ്ഞു? എടാ, ഞാൻ ധ്യാനത്തിന് പോണ കാര്യം ആരോടും പറയരുതെന്ന് നിന്നോട് പറഞ്ഞായിരുന്നോ? എടാ, അത് നമ്മുടെ സോമനല്ലേ. സോമൻ അവൻ ഇത് ആരോടും പറയില്ലടാ. ഹലോ ബൈജു അല്ലേ? എടാ, ഞാനത് സോമനാ. നീ കുടിയിരുത്താനായിട്ട് ധ്യാനത്തിന് പോണേന്നായിട്ട് സംഭവം നേരാണാ? നീ കുടിയിരുത്തോന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി, റോങ് നമ്പർ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? എടാ, അതിന് അതെ, ഇല്ലടി, വരില്ലടി. എടി മുടിഞ്ഞവളെ, നീ കാരണമല്ലേടി ഞാൻ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. എന്തോ എടി, നിന്റെ വള ഞാൻ പണയം വെച്ചെങ്കില് എടി ഞാൻ നിന്റെ കെട്ടൂരായത് കൊണ്ടാടി. നീ കൊണ്ട് കേസ് കൊടുക്കടി മൂദേവി. ഇപ്പൊ എവിടെയാണെന്ന? എടി ഹിമാലയത്തിൽ. എടി ചത്തുപോയ നിന്റെ അച്ഛന്റെ കൂടെ ഹിമാലയത്തിൽ തപസ് ചെയ്യുവാടി. വെക്കടി ഫോൺ.
അതൊക്കെ പോട്ടെ, നീ ഇങ്ങ വന്ന്. നീ പറ. നീ എവിടെ പോണെന്ന് പറഞ്ഞു? എടാ നമ്മുടെ മിലിറ്ററിക്കാരന്റെ മകൻ ഗോപനില്ലേ, ഗോപി. അവൻ ഒരു ഫുള്ളുമായിട്ട് വരാന്ന് പറഞ്ഞു. മനോഹരന്റെ വീട്ടിൽ നിന്ന് കമ്പനി വിടാനായിട്ടാ നിന്നെ വിളിച്ചത്. എടാ എനിക്ക് 5 മണിക്ക് തന്നെ ധ്യാനത്തിന് പോണം. ഞാനില്ലടാ. 5 അല്ല, എന്താ സാധനം? ഫ്രഞ്ചോ വിസ്കിയോ? വിസ്കിയാണ്, വിസ്കി. അപ്പൊ 2 ഫുള്ളും 3 പേര്. അതെ വന്നല്ലോ. നിങ്ങൾ ഇതെവിടെ പോണ്? ഞാനെങ്ങും പോണില്ല. ദൈവം കുടിയിരുത്താൻ വേണ്ടി ധ്യാനത്തിന് പോണേ. ധ്യാനത്തിനോ? കൊള്ളാം. ഇവനും കൂടെ ഉണ്ടെന്ന് കരുതിയാ ഞാൻ 2 ഫുൾ എടുത്തു. എടാ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. 5 മണിയാകുമ്പോ ധ്യാനം തുടങ്ങും, അതുകൊണ്ടാ. നിക്കണേ നിക്കി, പോണെങ്കി പോ. അല്ലാതെ ഒരുമാതിരി ഇതിപ്പോ 2 ഫുള്ളും നമ്മൾ തന്നെ അടിച്ചു തീർക്കേണ്ടി വരും. അത് ശരിയാ. എന്റെ പൊന്നുമക്കളെ, ഒറ്റക്ക് കുടിച്ച് തീർക്കല്ലേ, കൂമ്പ് പാടിപ്പോകും. എടാ ഇയാള് എന്നെ വേണേ ദത്തെടുത്തോടാ, ഞാൻ ഫ്രീയാ. ഒന്നും ഉണ്ടായിരടോ. ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയതാ ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം. എന്തോ എടാ. ധൈര്യം ഉണ്ട്, ഇങ്ങോട്ട് വേണം. എടാ നീ അത് വിട്. ദേ നീ അടിക്കുന്നില്ലല്ലോ, ഉറപ്പാണല്ലോ. എടാ ഞാൻ അടിക്കുന്നില്ല, നിങ്ങൾ പോയി കുടിക്കൂ, ധ്യാനത്തിന് കൊണ്ടോ. എന്നാ പിന്നെ നിന്നെ നിർബന്ധിക്കുന്നില്ല. എടാ രായപ്പ, നീ വാ, നമുക്ക് പോയി അടിക്കാം. ശരിടാ. ദേ കൊണ്ടുപോകണം. എടാ ഒരു പെക്കെങ്കിലും തന്നിട്ട് പോടാ. പോട്ടെടാ. സോഡയും സാധനങ്ങളൊക്കെ ഉണ്ടോടാ? എടാ സാധനം സൂക്ഷിച്ചോണേ. അതെ, ധ്യാനം കഴിഞ്ഞ് വരുമ്പോ ഒന്ന് കാണണോട്ടാ. കാണാ. അപ്പോ ധ്യാനത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? എടാ ഇയാള് ദേ മിണ്ടാതിരുന്നില്ല, തന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കേട്ടാ. വേണ്ട, എന്നോട് വേണ്ട. നീ മാനേജരോട് പറ, ഒരു 5 ലാഖ് വിട്രോ ചെയ്. എന്നിട്ട് വർക്കേഴ്സിന്റെ പൈസ എത്രയും പെട്ടെന്ന് തീർക്ക്. ഇത് എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. നാട്ടിൽ വന്നാലും സൗകര്യം തരത്തില്ലെന്ന് വെച്ചാ. നീ ഫോൺ വെച്ചേ. കുവൈറ്റിന്നാ. ഞാനില്ല, അവിടെ ഒരു കാര്യം നടക്കില്ല. ശരിക്കും പറഞ്ഞ മൊത്തം കാര്യങ്ങൾ എന്റെ തലയിൽ കൂടെ ഓടുന്നേ. ചുമ്മാതല്ല നിന്റെ തല ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോഴും തമാശ നിർത്തില്ല തന്നെ. എടാ നമ്മുടെ ബൈജു ഇവിടെ പോയി. അവനോടുണ്ടല്ലോ ഈ കോറം തയ്യത്തുള്ളൂ. അവനെവിടെ? അവനോടുണ്ടെന്ന് കരുതിയാ ഞാൻ ഈ 2 ഫുള്ളും മേടിച്ചത്. അവനോട് പോയി. അവൻ കള്ളൂടി നിർത്താൻ വേണ്ടി ധ്യാനം കൂടാൻ പോയിരിക്കുന്നു. കുടി നിർത്താനാ? എടാ കുടി നിർത്താൻ ധ്യാനത്തിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കുടിയെങ്കിൽ നിർത്തിയാ പോരെ. എന്നാ പിന്നെ 2 ഒഴിക്കാം. അതിന് മുമ്പ് ഒരു സ്പെഷ്യൽ കാര്യം. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഡിഷസ് ആണ് ഇതെല്ലാം. ഇതിനെ കുറിച്ച് ഒരു വിശദീകരണം. ഇത് വെജിറ്റബിൾ സലാഡ്, അതുള്ള കുവൈറ്റ് കുക്കമ്പറും തക്കാളിയും കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം. ഇതാണ് ചിക്കട്ടൻ. ചിക്കട്ടനോ? ചിക്കനും മട്ടനും ചേർത്തുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണിത്. മനസ്സിലായോ? ഇത് കുവൈറ്റിലെ മാവും തോട്ടത്തിൽ ഞാൻ തന്നെ തൊണ്ട് തല്ലിയെടുത്ത അണ്ടിപ്പരിപ്പ്. സ്പെഷ്യൽ സാധനം, സൂപ്പർ സാധനം, അടിപൊളി. ഇത് കണ്ടോ, ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഈന്തപ്പഴത്തിന്റെ തൊണ്ട് കൊണ്ടുണ്ടാക്കിയ മാങ്ങ അച്ചാറാ. ഇതിന് മാങ്ങയുടെ ടേസ്റ്റ് അല്ല, ഈന്തപ്പഴത്തിന്റെ ടേസ്റ്റാ. എന്നാ പിന്നെ ഈന്തപ്പഴ അച്ചാർ എന്ന് പറഞ്ഞാ പോരെ. എന്നാ നമുക്ക് ഒരെണ്ണം ഒഴിക്കാം. ഒഴിക്കാം. പെട്ടെന്ന് സൂക്ഷിച്ചൊഴിക്കേ. ഇത് കണ്ടോ, അങ്ങോട്ട് നിരത്തി വെക്ക്. നീ ഇപ്പൊ ഒഴിക്കാൻ പോകുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഇവിടുത്തെ കൂതറ ഗ്ലാസ് ഒന്നും അല്ല, മെയ്ഡ് ഇൻ ഇറ്റലി. പെട്ടെന്ന് ഒഴിക്കടാ. കണ്ടോ, സുനാമി വരുന്ന പോലെ വരുന്ന കണ്ടോ. ഓക്കെ. ഇത് കുവൈറ്റ് ശീലമോ നമുക്ക്? മതി. ഓക്കെ. അപ്പൊ ശരി, നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഇവൻ പോയി. പിന്നെ എന്നോടാ വിശേഷമൊക്കെ? അപ്പൊ നീ ധ്യാനത്തിന് പോയില്ലേ? ധ്യാനത്തിന് പോകുന്നു പറഞ്ഞ ഞാൻ ഒരു 7 മണിയൊക്കെ ആവുമല്ലോ തുടങ്ങും. ഒരു 4:30 ആയുള്ളല്ലോ. എനിക്ക് 5 മണിയാകുമ്പോ. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഫോറിൻ ഐറ്റംസാ, എല്ലാം മൈ പ്രിപ്പറേഷൻ. ശരി. അപ്പൊ നീ തന്നെ ഉണ്ടാക്കിയാണല്ലേ? പിന്നെ ഇത് കണ്ട, ഇത് വെറും ഗ്ലാസ് അല്ല, മെയ്ഡ് ഇൻ ഇറ്റലി. ഇറ്റലി? നിങ്ങൾ ഭാഗ്യവാന്മാരാട്ടെ. നീ കഴിക്കുന്നു? എനിക്ക് എന്താണെന്നറിയാം, 7 മണിയാകുമ്പോ ധ്യാനത്തിന് പോണേ, അതുകൊണ്ട്. അപ്പൊ അടിക്കുന്നില്ല. കഴിക്കാം. ഓക്കെ. അപ്പം ഓക്കെ. പിന്നെ ഒരു മിനിറ്റ്. പിന്നെ ഹലോ. ആ 5 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വർക്കേഴ്സിന് ഫിനിഷ് ചെയ്യുന്നേ. ഇതെല്ലാത്തിനും ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്.
ഗൾഫിൽ നിന്നാ. ആ ശരി ശരി ശരി, ഇനി എന്നെ വിളിച്ചേക്കരുത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുവൈറ്റിൽ നിന്നാ. എവിടെ ഗൾഫിൽ അതല്ലേലും അങ്ങനെ നമ്മളെന്തെങ്കിലും സന്തോഷം ഒക്കെ ആയിട്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തൻ ശല്യം ചെയ്യല്ലേ. അപ്പൊ cheers. സമ്മതിക്കല് ഇവരൊന്നും. നാട്ടിൽ വന്നാലും മനസ്സമാനം തിരയാനും മര്യാദക്ക് ഫോൺ അടിക്കാൻ സമ്മതിക്കില്ല ഇവൻ. എടാ നിന്നോടല്ല പറഞ്ഞ ആ പൈസ അവിടുന്ന് മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പിന്നെന്താ? എടാ നിനക്ക് ഇതൊന്നും അറിയാൻ മേല, പിന്നെ നീ എന്തിനാണ് ഗൾഫിൽ പോയി കിടക്കുന്നേ? എടാ നീ മിണ്ടല്ലേ, നീ മിണ്ടല്ലേ? എന്തേ എടാ എടാ എന്തേലും സംസാരിക്കുന്ന നല്ല രീതിയിൽ സംസാരിക്കും. എടാ നിന്നോട് ഞാൻ പറയുന്ന കൂടെ കേട്ടാ മതി. നീ ആരാ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യം എന്താ? എടാ ഞാൻ മര്യാദക്ക് സംസാരിക്കണം. നീ ആദ്യം സംസാരിക്കാൻ പഠിക്കണം കേട്ടാ. മലയാളം അറിയാൻ മേല നീ എന്നെ എടാ മര്യാദക്ക് ഇങ്ങോട്ട് തരാൻ നീ എന്നെ കളിയാക്കുവാ. എടാ ഫോണ് നീ മിണ്ടായി നിർത്ത് കേട്ടാ. നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ കേട്ടോ, കളിക്കല്ലേ. ഇങ്ങ് തന്നെ ഇങ്ങോട്ട്. അല്ല പിന്നെ അല്ല എത്ര നേരമായിട്ട് അവനോട് പറയുന്നു. അവൻ ഇത്ര പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താ? എന്റെ ദൈവമേ, എന്റെ അറബാവാണ് വിളിച്ചത്. എനിക്ക് ഒരു മിനിറ്റ്. വല്ല കുഴപ്പമുണ്ടോ? നീ മിണ്ടാറത് കേക്കടാ. അസ്സലാമു അലൈക്കും. That's my mistake. My mistake. എന്റെ പറ്റിയ My friend Baiju, Kalurian. Sorry. എന്തിനാ എന്റെ ജോലി പോയടാ. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പോയാ ഇല്ല. എടാ ഞാൻ എനിക്കറിയാൻ മേലാത്തോണ്ട് പറ്റിപ്പോയടാ. സമാധാനമായല്ലോ നിനക്ക്. എടാ എനിക്കറിയാം, ഞാൻ ഉള്ള മൂടും പോയി. കുഴപ്പമില്ല, നീ ഒന്നും കാര്യമാക്കണ്ട. ജോലിയല്ലേടാ. പോട്ടെ, സാരമില്ല. നമ്മളിതൊന്നും വലിയ കാര്യമാക്കണ്ട. അതങ്ങ് വിട്ടേര്. നിങ്ങൾ അടിച്ചോ. അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ല. കുടിക്കാം അങ്ങോട്ട് കുടിക്കാം. ഇവന്റെ ഒന്നും മുന്നിലേ, ഇവന്റെ ഒന്നും മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഇത്, മനസ്സിലായി? നിനക്കറിയോ ഇവന്റെ മുന്നിൽ തോക്കേണ്ട കാര്യം നമുക്കില്ല. കളിക്കുന്നോ? ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇവനെ മേടിക്കുന്നത് ആണോ? അല്ല ഇവൻ കഷ്ടപ്പെട്ടല്ലല്ലോ നമ്മളെ മേടിക്കുന്നത്, അല്ലല്ലോ. പിന്നെ ഇവനൊക്കെ ഇത്ര ജാട എന്താ? കൂടുതൽ ജാടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടിച്ച് നിങ്ങളടിച്ച്. അല്ല അപ്പൊ നിനക്ക് ധ്യാനത്തിന് ഇത്രയും ജാട ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും വേണ്ട. നമ്മുടെ അടുത്ത് ജാട എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടേ ഇവന്റെ ഒന്നും മുന്നേ നമ്മൾ തോച്ചു കൊടുക്കാൻ പാടില്ല. അടിച്ചേ. നീ ധ്യാനത്തിന് പോകണല്ലേ? എന്തിന് ധ്യാനത്തിന്? ഞാൻ പോകുന്നില്ല ധ്യാനത്തിന്. എടാ ഞാൻ എൻ്റെ വീട്ടിൽ ആരാന്നറിയോ? ഈ സെന്ററിൽ കിടക്കുന്ന കറിവേപ്പിലയാണ്, മനസ്സിലായി? ഈ കറിവേപ്പില പോലെയാണ് എന്നെ കാണുന്നത്, മനസ്സിലായി? പിന്നെ ഞാൻ എന്തിനാ ധ്യാനത്തിന് പോയി നന്നാകുന്നത്? നീ അറിയടാ. അതെനിക്ക് ഞാൻ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നല്ലേ വിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് നാട്ടിൽ വന്നിട്ട് ഇതുപോലെ കൂടുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ഈ പ്രകൃതി കാണാൻ എന്ത് രസമാണ്. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണാൻ പോയോ? നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ 2 ദിവസമല്ലേ അയാൾ വന്നിട്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പുറത്തോട്ട് ഇതുവരെ ഇറങ്ങിയില്ല. അവിടെ ചേട്ടാ ഇതെന്നാ ഗൾഫുകാരനാ? പുറത്തോട്ടിറങ്ങി നമ്മുടെ നാടൊക്കെ ഒന്ന് കാണണ്ട, പഴ സെറ്റപ്പാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? പിന്നെ എനിക്ക് ഇപ്പോഴാ കിട്ടിയത്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. നമ്മളിനി ഓരോ പെകൂടി അടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവനെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ? പിന്നെ ഇട നീ ഗൾഫിൽ നിന്ന് വന്നേ, അപ്പൊ നീ ആയിട്ട് ഞങ്ങൾ നടക്കുമ്പോ നമുക്കൊരു ഇതില്ലടാ, ഒരു ബന്ധം. അത് നമ്മൾ ആ ഗമ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പെഗടിച്ചതിന് ശേഷം നമ്മൾ ആകാശത്തിലെ പറവകളെ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു. സത്യം പറഞ്ഞു
നമ്മൾ 4 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. അതെന്താ? നമുക്ക് ഈ നാട് പിടിച്ചടക്കിയാലോ. നമ്മൾ ഒരേ കുപ്പിന്ന് കുടിക്കുന്നവരും ഒരേ മനസ്സുള്ളവരും ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് പോലും പോകാതെ നിങ്ങളുടെ കൂടെ കൂടി. അല്ല, ഈ ധ്യാനത്തിന് പോകാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എടാ, ആ പള്ളിയിലച്ഛനോട് പോയി ധ്യാനം കൂടാൻ പോകാം. എടാ, ഈ ധ്യാനം എന്ന് പറയുന്നതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള നല്ല നമ്മളൊക്കെ ടോപ്പായിട്ടുള്ള മുഴുക്കുടിയന്മാർക്ക് വീട്ടിൽ സന്തോഷം ഉണ്ടാണെങ്കിൽ നമ്മൾ ധ്യാനത്തൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഭാര്യമാരില്ലായിരുന്നാ മതി. ഇവന്റെ വീട്ടിൽ ഭാര്യയില്ല, നമ്മൾ സന്തോഷിക്കുന്നില്ലേ? അതാണ് അതിന്റെ കാര്യം. അവിടെ ഞാൻ വീടാറിയാന്നറിയോ? എന്നെ 5ലും 6ലും 7ലും ഒക്കെ പഠിപ്പിച്ച രാഘവ മാസ്റ്റർ വീടാണ്. എന്നെ മാഷിന് ഭയങ്കര ജീവനാണ്. മാഷിനെ പല പ്രാവശ്യമായിട്ട് ഞാൻ വിചാരിക്കും മാഷിന്റെ അനുഗ്രഹം മേടിക്കണം. നമുക്കൊന്ന് പോയി മേടിച്ചാലോ? ഈ സമയത്ത് മാഷ അനുഗ്രഹം തരുമെന്ന് എനിക്ക് തോന്നല്ല. വെല്ലുവിളിക്കല്ലേ കേട്ടാ. നീ എൻ്റെ കൂടെ വാ. മാഷ് ഇപ്പൊ എനിക്ക് ലൈവായിട്ട് അനുഗ്രഹം തരുന്ന പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം ഞാൻ നിനക്കിപ്പോ കാണിച്ചു. അത് കൊള്ളത്തില്ലല്ലോ. അങ്ങനെ അമൃത്തിൽ പിടിക്കടാ, അടിക്ക്. മാഷെപ്പോഴും കാണിയതായിരിക്കടാ. അതെ, ക്ലാസ്സിൽ ബഹളം വെക്കുന്ന ഒരു മാഷിന് ഇഷ്ടമില്ലാത്ത മിണ്ടായിരുന്നു. നമ്മൾ വെള്ളമാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഓക്കെ, മാഷ് വരുന്നുണ്ട്. മാഷ് വരടാ. എന്താ? ആരൊക്കെയാ നിങ്ങള്? ഞാൻ മാഷിന്റെ ശിഷ്യന. മാഷിന്റെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മാഷിന്റെ അനുഗ്രഹം വേണം. വെളിവില്ലാതെയാണോ അനുഗ്രഹം വാങ്ങിക്കാൻ വരിക? അവനെ ഒന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കുവാ. ഇത് നിങ്ങൾ പോകുന്നുണ്ടോ അവിടുന്ന്? ഇയാളെന്ത് ഇങ്ങനെ? തനിക്കെന്തെങ്കിലും അനുഗ്രഹിച്ചാല് കൂടുതൽ സംസാരമൊന്നും വേണ്ട, മര്യാദക്ക് അനുഗ്രഹിക്കണോ? ഇല്ല, അനുഗ്രഹങ്ങളൊന്നുമില്ല, കടന്നു പോകും. മാഷ് അങ്ങനെ പറയരുത്. എനിക്ക് മാഷിന്റെ അനുഗ്രഹം വേണം. എനിക്കിപ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നു. നിനക്കിടെ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇവിടെ നീ എന്ത് പറയുന്നു? നിനക്കറിയോ, ഞാൻ എന്റെ ഭാര്യ, എന്റെ മോള്, എന്റെ മോനെ വഞ്ചിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നറിയോ? അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിൽക്കും. ഞാൻ ജസ്റ്റ് വീട്ടിലൊന്ന് കയറിയിട്ട് പെട്ടെന്നൊരു മാപ്പ് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാം. നീ ഈ അവസ്ഥയിൽ നിന്റെ വീട്ടിലോട്ട് കയറി ചെന്നാ നിന്റെ മോൻ നിന്നെ കയ്യോ? അത് ശരിയാണല്ലോ. അതൊക്കെ ഒരു വിധിയല്ലേടാ, അനുഭവിക്കുക. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇവിടെ ഞാനിപ്പോ ഞാൻ പോയി പെട്ടെന്ന് മാപ്പ് പറഞ്ഞിട്ട് ഓക്കെ ഒരു സെക്കൻഡ് അന്നേറ്റല്ലേ വിദ്യാർത്ഥെടുക്കാൻ പറ്റും. കഥ തുറക്കാൻ എടീ, കഥ തുറക്കാൻ. ആരാ? ഐ ആം സോറി. നീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം തിരിച്ചു തരാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ നമ്മുടെ മക്കളെ നിന്നെ വഞ്ചിച്ചിട്ട് വന്നിരിക്കും. നിനക്ക് മാപ്പ് തരാൻ പറ്റുമെങ്കിൽ മാപ്പ്, ഇല്ലെങ്കിൽ വേണ്ട. താൻ എന്താടോ ഒരു പരിചയമില്ലാത്ത വീടിന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഈ അടുക്കള വാതിൽക്കൽ കൂടി വന്ന് പിള്ളേര് കേൾക്കാതിരിക്കാനാ. നീ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി പിള്ളേരെ അറിയിക്കില്ലേ? ആരോടോ തനിക്ക് എന്ത് വേണം? ഞാനാണോ? ഞാൻ നിന്റെ ഹസ്ബൻഡ്. താൻ ആരെ ഹസ്ബൻഡാണോ? അല്ല, ഹസ്ബൻഡ് ആയിരുന്നില്ല, ഞാനാണോ? സാറെന്താ ധ്യാനം കൂടാൻ വന്നാണോ? നിന്നെ ഞങ്ങൾ ധ്യാനം കൂടിക്കാടാ. അയ്യോ, ഇത് പോലീസ് സ്റ്റേഷനാണല്ലോ. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറഞ്ഞാടാ. SI സാർ നിന്നെ കാണാനായിട്ട് ഇരിക്കുക. അകത്തേക്ക് വാ. എഴുന്നേറ്റ്. പോലീസ് എല്ലാരും കൂടി അങ്ങ് ഇടിച്ചേരി വരാൻ നിക്കല്ലേ? ഇവന്മാർ രണ്ടുപേരെ കളനേഷന്മാര് ഇങ്ങോട്ട് പോടാ. നിങ്ങളെ ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇതിനുള്ളിൽ സ്ഥലമില്ല. പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. അങ്ങോട്ട് കയറണം. കേരള ഇവിടുത്തെ പുതിയ സ്ഥല സൈന് നിനക്ക് അറിയാടാ.
ആള് ഭയങ്കരനാ. ഒറ്റയടിക്ക് 3 പ്രതികളെ ബോധം കെടുത്തിയാണ്. SI മസിൽ വാസു. സാറിന്റെ വീക്ക്നെസ് വീക്കൻസോ മുഷ്ടി ചുഴിച്ചടിക്കല്. പാവം മുഷ്ടി എന്ന് പോലും പറയാൻ അറിയത്തില്ല. കഷ്ടം. ഡാടാ നീ കൂടെ തിരിക്കുന്നു വേണ്ട. ദേ സാറ് വരുന്നുണ്ട്. ആരാടാ ഈ ബൈജു? നിങ്ങൾ ആരാടാ ഈ ബൈജു? ഞാനാ. ആ നീങ്ങു വാടാ. എന്താ നിന്റെ പേര്? മനോഹരൻ. ഇന്ന് തന്നെ ഈ പേര് മാറ്റിക്കോളണം. നല്ല ഒന്നാം തരം പേര് ചീത്തയാക്കാൻ വന്നിരിക്കുന്നോടാ റാസ്കൽ. സാറേ ഞങ്ങൾ ഭയങ്കര പാവോ സാർ. അത് എന്റെ കുറ്റമല്ല. വേറെ അറിയാം. അങ്ങോട്ട് മാറി നിൽക്കടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സാറേ സാറിന് കൈക്കൂലി വല്ലതും വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കൊണ്ടുവരാം. നീ എന്താടാ കൈക്കൂലി എന്നെ ജോലി കളയാൻ നോക്കണം? ഞാൻ അപ്പോഴേ പറഞ്ഞ സാർ കൈക്കൂലി മേടിച്ചത്. ഓഹോ അപ്പൊ നീ ഇത് പരസ്യമാക്കിയോ? എടോ PC ആ പേപ്പറും പേനയൊക്കെ ഇങ്ങെടുത്തേ. എടാ ഞാൻ പറയുന്ന പോലെ നീ ഇതിൽ എഴുതണം. ഇരിക്കാന്നോട് ഞാൻ പറഞ്ഞോ? എഴുതേക്കടാ. ഇനി എഴുത്. എന്താ സാറ് ഞാൻ ഇതിനകത്ത് എഴുതണ്ട? പറഞ്ഞു തരാം, നീ എഴുതിക്കോ. ഇവിടെ വെച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് മൂലമോ തല ചുറ്റി തലയടിച്ച് വീണോ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരവാദി. എടാ വാദിക്ക് വള്ളിയില്ല. അവരിടാനുള്ള വള്ളിയൊക്കെ അവനിട്ടോളും. നീ അങ്ങനെ മാറി നിൽക്കടാ. സാറേ ഞാൻ മരിച്ചില്ലല്ലോ സാറേ. നീ മരിക്കുമല്ലോ. ആണല്ലേ? ഞാൻ പരിപാടി തുടങ്ങാൻ പോണതല്ലേ ഉള്ളൂ. എഴുത്. മരണശേഷം എന്റെ ദേഹത്ത് വല്ല ഒടിവോ ചതവോ കണ്ടു കഴിഞ്ഞാൽ അത് വാദസംബന്ധമായ അസുഖം മൂലമാണെന്നും എന്റെ മരണം മർദ്ദന മരണമല്ല ആത്മഹത്യയാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു എന്ന് എനിക്കും എന്റെ കൂട്ടുകാരനും വേണ്ടി എന്ന് സ്വന്തം ഞാൻ. ഒപ്പ്. ഒപ്പ് അവനിട്ടാ മാറിക്കടാ. മതി, ഇങ്ങോട്ട് മാറിക്കടാ. ആഹാ നീ എവിടെ പോണ്? നീ മാറി നിൽക്ക്. ഇവനെ പെരുമാറി കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം. സാറേ എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹം. എന്താ? സാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അതെന്തിനാ? പൂജാമുറി വെച്ച് പൂജിക്കാനാ. കളിയാക്കോ അമ്മച്ചിയെ? അയ്യോ ഇങ്ങോട്ട് മാറി നിൽക്കടാ. അയ്യോ നിനക്ക് ഏതാണ്ടൊക്കെ അറിയാൻ തോന്നുന്നു. ഏറെക്കുറെയൊക്കെ. നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാൻ കാണിച്ചുതരാം. എന്റെ കൈയും കാലും നീ. നിന്റെ പേരുള്ള കേസുകളൊക്കെ നിനക്ക് അറിയോടാ? അറിയോടാ? അറിയോ? എന്നോട് എടോ BC ഇവന്റെ പേരുള്ള കേസൊക്കെ എന്താണെന്ന് നിനക്കറിയാമോ? മാഷിനെ കൊല്ലാൻ ശ്രമിച്ച്, കൊലപാതക ശ്രമം, അന്യ സ്ത്രീയെ വീട്ടിൽ കയറി കടന്നു പിടിക്കാൻ ശ്രമിച്ച്, സ്ത്രീ പീഡനം, പിന്നെ ഭവനവേദനം. തൂക്കിലേറ്റിട്ട് പിന്നെ സാറേ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നീ മിണ്ടി പോരുത് സാറേ. എന്നെ ഇങ്ങനെ തൂക്കരുത് കേട്ടോ. എന്റെ തല താഴെ മുട്ടും. സാർ ബജുന്റെ ഭാര്യയും പള്ളിയിലച്ഛനും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പറയാനെത്ര പേടിക്കണേ എന്തിനാ? ഓ റെക്കമെൻഡേഷൻ വന്നായിരിക്കും ഇവനെ ഇറക്കാൻ. ഇവിടെ വന്നടാ. ഇവിടെ ഇപ്പൊ നടന്നൊന്നും നിനക്കും അറിയില്ല എനിക്കും അറിയില്ല. സാറേ എന്റെ കാര്യം ഇവൻ ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് പോയാൽ നീ ആയിരിക്കും ഈ കേസിലെ പ്രധാന പ്രതി. മനസ്സിലായോ? ആ സാറ് വരുന്നുണ്ട്. നമസ്കാരം സാർ. ആ ജേക്കബ് അച്ഛനോ? ഓ ബൈജുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. കുടിച്ചു കഴിഞ്ഞ ആളിങ്ങനെയാ സാറേ, ഒരു വെളിവും കാണില്ല. അവൻ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടി നിങ്ങൾക്ക് അറിയാമോ? ഇപ്രാവശ്യത്തേക്ക് സാർ ഒന്ന് ക്ഷമിക്കണം. ഞാൻ അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. എടോ PC ആ ബൈജുവിനെ ഇറക്കിവിടെ. അയ്യോ അയ്യോ സാറേ, എന്റെ ചേട്ടന് എന്ത് പറ്റി? സാറുമാര് തല്ലി ചതച്ചോ? കളരി കാണിച്ചുകൊണ്ട് സാറ് കൂടുതലിടിച്ചു. എന്റെ പൊന്നു സാറേ, കുടിയനാണെങ്കിലും കുടിച്ച് വഴക്കുണ്ടാക്കുന്നവനാണെങ്കിലും എന്നെ തല്ലുന്നവനാണെങ്കിലും എനിക്ക് ഈ മനുഷ്യന് വലിയ ഇഷ്ട. എന്റെ കഴുത്ത് താലി കെട്ടിയ ഭർത്താവ് ഉപദ്രവിക്കാതെ വെറുതെ വിടണ സാറേ, ഞാൻ കാല് പിടിക്കാം. പെങ്ങൾ വിഷമിക്കരുത്. എഴുന്നേക്ക് എഴുന്നേക്ക്. ഞങ്ങൾ അവനെ ഒന്നും ചെയ്യില്ല. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നീ കുടിച്ച് ബഹളം വെക്കണത്? ഇനി മേലാൽ നീ ഒരു തുള്ളി സ്മോൾ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കുനിച്ചീർത്തി കൂമ്പിടിച്ചോട്ടും. റാസ്കൽ
പെങ്ങള് വിഷമിക്കരുത്. നിങ്ങളൊക്കെ കുടുംബവും കുട്ടികളും സന്തോഷമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പോലീസുകാരുടെ ആഗ്രഹം. ഒത്തിരി നന്ദിയുണ്ട് സാർ. ആ പോകാം. നാട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരോ തമ്മിൽ തല്ലി കോമഡി. നാട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരോ തമ്മിൽ തല്ലി കോമഡി. കൊന്നാൽ കോമഡി, കൊന്നില്ലേലോ ബോറടി, വൈഫോ സ്മോളടി, ലൈഫിൽ ഇന്ന് ബോറടി. കാലത്തും വൈകിട്ടും പവർ കട്ടിന് കൂട്ടുന്ന കരണിന്റെ കാശാണ് കോമഡി. കേന്ദ്രത്തിന് തോന്നുമ്പോൾ മാസത്തിൽ കൂട്ടുന്ന പെട്രോളിൻ വിലയാണ് ട്രാജഡി. കറങ്ങി പോകുമ്പോൾ ഓർക്കടി, കളവണ്ടി സർവീസ് വരുമടി. ബാങ്കിലാണ് ആധാരം, വേണ്ടുമെങ്കിൽ കടക്കാരൻ. നാട്ടിൽ ഇന്ന് ജീവിച്ച് മതിയായടി, വയ്യാ വയ്യാ പാടടി. തക്കാളി, മത്തങ്ങ, കുമ്പളങ്ങ വില കേട്ടാൽ തല ചുറ്റും ട്രാജഡി. കറി വെക്കാൻ വഴിയില്ല, ചിലവാക്കാൻ പണമില്ല, കഞ്ഞിക്ക് ചമ്മന്തി കൂട്ടടി. ചച്ചമ്മയുടെ പൊങ്ങച്ചം നിർത്തടി, പിച്ചച്ചട്ടി എടുക്കാനായി നോക്കടി. ബാങ്കിലാണ് ആധാരം, വേണ്ടുമെങ്കിൽ കടക്കാരൻ. നാട്ടിൽ ഇന്ന് ജീവിച്ച് മതിയായടി, വയ്യാ വയ്യാ പാടടി. നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരോ തമ്മിൽ തല്ലി കോമഡി. കൊന്നാൽ കോമഡി, കൊന്നില്ലേലോ ബോറടി, വൈഫോ സ്മോളടി, ലൈഫിൽ ഇന്ന് ബോറടി. Oh, hey, oh, hey, oh, hey, oh, hey, oh, hey, oh, hey.
ഇതോ എന്റെ പൊന്നു സുഹൃത്തെ, ഡെയിലി പെട്രോളും ഡീസലും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പം എങ്ങനെ നമ്മൾ മോട്ടോർ വാഹനം ഉപയോഗിക്കും? ഇതാവുമ്പോ മാസാവസാനം ഇവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതി. കറക്റ്റ് സമയത്ത് നമുക്ക് ഓഫീസിലും ചെല്ലാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ പോട്ടെ. ഒരു കയറി വിടട്ടോ, സ്പീഡിൽ പോട്ടെ. വേസ്റ്റ് വലിച്ചെറിയാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ വേസ്റ്റുമായിട്ട് ആരെങ്കിലും വന്നാൽ സാറിനെ ഞാൻ വിവരം അറിയിച്ചിരിക്കും. ഓക്കെ സാർ. എന്നെയാണോ? എന്താണത്? വേസ്റ്റാണോ? അല്ല സാർ, ചിക്കനാ. റാസ്കൽ, വേസ്റ്റ് കളയാൻ കൊണ്ടുപോവുകയാണ് അല്ലടാ? കറി വെക്കാൻ കൊണ്ടുപോകും. മിണ്ടിപ്പോറത്. നീ വീട്ടിൽ പോണ വഴിക്ക് വേസ്റ്റ് ഉണ്ടേ കളയാനല്ലടാ സാറേ. കറി വെക്കണ്ട സാറേ. ഇങ്ങ് കൊണ്ടുപോടാ ചിക്കൻ. നീ ഇത് കൊണ്ടുപോയി കറി വെക്കണ്ട. ഒന്ന് പോടാ ചിക്കൻ. ഓടാ ചക്ക. ഒരു ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നു. ഹലോ, ഇത് ഞാനാടി. എടി, ഇന്ന് വൈകിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാവടി. ഞാൻ ഉടനെ സാധനം അങ്ങോട്ട് കൊടുത്തു വിടും. ഓക്കെ, വൈകിട്ട് കാണാം. ഓക്കെ. നിർത്ത്. എന്താണത്? ഇത് വേസ്റ്റ്. ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഒന്ന് പോ സാറേ ഇവിടുന്ന്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കൊണ്ടുവിടും. അല്ല പിന്നെ സാറവൻ കടന്നു. അവന് നമ്മുടെ മുന്നിൽ നിന്ന് മാത്രമേ കടന്നു കളയാൻ പറ്റത്തുള്ളൂ. വേറൊരാളുടെ മുന്നിൽ നിന്ന് അവന് ഒരിക്കലും കടന്നു കളയാൻ പറ്റത്തില്ല. അതാരാ? വേസ്റ്റ് ആന്റി സ്ക്വാഡിന്റെ യങ് ആൻഡ് എനർജറ്റിക് ക്യാപ്റ്റൻ ചിരഞ്ജീവി IPS. I am Waste Anti-Squad Special Officer Chiranjeevi IPS. ഈ വേസ്റ്റ് അതെനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ ഇടും. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാണുന്നിടത്തൊക്കെ വേസ്റ്റ് ഇടാൻ പബ്ലിക് പ്ലേസ് എന്താ നിന്റെ തറവാട് സ്വത്താണോ? ഞാൻ MLA യുടെ മകനാ. തീപ്പട്ടിക്കൊള്ളി വരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി വരച്ചാൽ തീപ്പട്ടി കത്തില്ല. എന്നോട് കളിച്ച തന്നെ തൊപ്പി തെറിപ്പിക്കും. പഴത്തിൽ തൊലി ഉണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കോള് കൊണ്ട് തെറിപ്പിക്കാൻ പറ്റിയ തൊപ്പി അല്ലിത്. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ടു നടക്കാറില്ല. തലയ്ക്ക് പറ്റിയ തൊപ്പിയെ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. മൈൻഡ് ഇറ്റ്. ഐ ആം ചിരഞ്ജീവി IPS. ഏതായാലും നിന്റെ മഹാനായ അച്ഛനൊന്ന് പരിചയപ്പെട്ടേക്കാം. എന്റെ ദേഹത്തൊട്ട് വരുത്. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. വാർക്ക പണിക്കാർ ഇഷ്ടിക പൊട്ടിക്കുന്നത്. കരാട്ടെ പഠിച്ചിട്ടല്ല മിസ്റ്റർ. ഞാനൊരുത്തനെ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. കാരണം ഞാൻ പറയുന്നത് ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു ക്യാൻ ഐ ദാറ്റ്. നിന്റെ പണി പാളുമേ. ഇറങ്ങടാ ഇങ്ങോട്ട്. ഓ ശരി. ഇറങ്ങാൻ. ഇങ്ങോട്ട് വേണം. ഇങ്ങോട്ട് കൊണ്ടുപോടാ അവനെ. കാശുണ്ടാക്കിയ മാത്രം പോരാ, ആ കാശ് കൊണ്ട് മക്കളെ നന്നായി വളർത്താനും പഠിക്കണം. അല്ലെങ്കിൽ പണി പാളും. എന്റെ വീട്ടിൽ കയറി നീ ഷോ കാണിക്കുന്നു. സമൂഹത്തിൽ എനിക്കുള്ള നിലവില നിനക്കറിയില്ല. എന്റെ മകന്റെ ദേഹത്ത് നീ കൈ വെച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. പോലീസ് എനിക്ക് പുല്ല. ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്. പോലീസ് പുല്ലാണെന്നൊക്കെ ഒരു ജാഥയിലെല്ലാം പറയാം. അത് പോലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലുണ്ടല്ലോ, വായിൽ പല്ല് കാണില്ല പുല്ലേ. ഇവൻ അല്പം തണ്ട് കൂടുതലാ. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. മര്യാദ കിടക്കണം എന്റെ വീട്ടിൽ നിന്ന്. പോകാൻ തന്നെയാണ് ഞാൻ വന്നത്. ഒരു കണ്ടക്ടറോട് ബാക്കി ചോദിച്ചാൽ ചില്ലറ കിട്ടും എന്ന് കരുതി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. പോകുന്നതിന് മുമ്പ് ഈ വേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇടും. ഇവന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? രാവിലെ തന്നെ മനുഷ്യനെ വെട്ടാക്കാൻ വേണ്ടി യൂണിഫോം ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. ആനയ്ക്ക് മതളകിയ ചങ്ങലക്കിടാം. ഞാൻ ചങ്ങലയ്ക്ക് മതളകിയാൽ അത് നിനക്കിടാം. മര്യാദയ്ക്ക് വേസ്റ്റ് മുഴുവൻ ഇവിടെ നിർത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നീ എന്റെ തനിസ്വരൂപം തന്നെ കാണും. ചോറ് ബന്ധവും നോക്കുന്നത് ഞെക്കി നോക്കിയിട്ടാണ്, അല്ലാതെ കബഡി നിരത്തിയിട്ടല്ല. നിങ്ങൾ പെശകാണെങ്കിൽ ഞാൻ അതിലും പെശകാണ്. എന്റെ ഈ ഒരു മുഖം മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എടുത്താ. ഈ വേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇടും.
ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ആണ്. ചിരഞ്ജീവി IPS ചെയ്യുന്നതേ പറയൂ, പറയുന്നേ പ്രവർത്തിക്കൂ. ഐ ക്യാൻ ഡു ദാറ്റ്, ഡു ക്യാൻ ഐ ദാറ്റ്. അല്ലെങ്കിൽ പണി പാളും. ആടാ. ഓക്കെ സാർ. എന്താ സാർ? സ്ലോ മോഷനിൽ വന്നോണ്ട് ആ ജീപ്പ് എടുക്കാൻ മറന്നുപോയി. ഓ Come on. ഓക്കെ സാർ. ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. സാഹിബുമാർ ഇപ്പോൾ പറയും ബേസ്ഡ് ഓൺ കൺട്രി. ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. സാഹിബുമാർ ഇപ്പോൾ പറയും ബേസ്ഡ് ഓൺ കൺട്രി. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. പ്രായം കൂടിയ തന്തയും തള്ളയും മക്കൾക്കിന്നൊരു വേസ്റ്റ്. അധികാരത്തിൽ കയറിയ മന്ത്രിയും ജനങ്ങൾക്കിന്നൊരു വേസ്റ്റ്. ലൈവായി കാണും വാർത്തയിൽ മന്ത്രി പറയുന്നതും അത് വേസ്റ്റ്. പബ്ലിക്കിന്റെ ഓരോ വോട്ടും ഞങ്ങൾക്കിന്നതും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. ചുറ്റിയടിക്കാൻ കാശില്ലെങ്കിൽ ഭർത്താവിന്നൊരു വേസ്റ്റ്. വരവറിയാതെ ചിലവാക്കുമ്പോൾ ഭാര്യയും അതും ഒരു വേസ്റ്റ്. വിദ്യാഭ്യാസ കച്ചവടം പണ്ട് മുതൽക്കേ വേസ്റ്റ്. പണത്തിനു മീതെ പരുന്തു പറക്കും നിയമം ഇവിടൊരു വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. സാറ് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, സാറിന് സമ്മതിക്കണം. അതെന്താ? വേസ്റ്റ് ആൻഡ് സ്ക്വാഡ് ചാർജ് എടുത്തതിന് ശേഷം വേസ്റ്റ് വഴി തള്ളാൻ ജനങ്ങൾക്ക് ഒരു പേടി തോന്നുന്നു. കടമറ്റത്ത് കത്തനാരെ യക്ഷികൾ പേടിച്ചത് പോലീസ് ആയതുകൊണ്ടല്ല. പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഡിക്ഷണറി വാങ്ങുമ്പോ നോക്കി വാങ്ങണ്ടേ സാറേ? എന്റെ സ്വപ്നം വേസ്റ്റുകളില്ലാത്തൊരു ക്ലീൻ സിറ്റിയാണ്. നിങ്ങൾക്കറിയോ, ഗൾഫ് നാടുകളിൽ റോഡരികിൽ ഒരു പേപ്പർത്തുണ്ടോ വേസ്റ്റോ ഒന്നും കാണില്ല. അവിടെ കുപ്പിയും പാട്ടയും പറക്കൊന്നും ഇല്ലല്ലോ സാറേ, അതുകൊണ്ടാ. അല്ല, അവർ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരാണ്. കേരളത്തിന്റെ സ്ഥിതി അതാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. മാവാട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടുമോ? സാറിന് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം സാറേ? സാറിനെ സമ്മതിക്കണം. ഞായറാഴ്ച അവധിയാണോന്ന് അറിയാൻ കാലണ്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ആരെങ്കിലും ചോദിച്ചാ പോരെ? എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം! ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഇവിടെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണം
സമയത്തിന് ഊണ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. വേറെ ഉദാഹരണം. ഉദാഹരണം പറഞ്ഞതല്ല, ഉച്ചയായി ഊണ് കഴിക്കാന്ന് പറയാ. അല്ലല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ 4 മണിക്ക് എത്തേക്ക് അവിടെ പോരെ. അത് പോരെ. ആ വരും പിന്നെ വരും. ആ എന്തായാലും പിന്നെ ആ എടി ഇവിടെ വേസ്റ്റ് വരുന്ന 2-3 യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, വേസ്റ്റ് എടുക്കുമെന്ന് അറിയാലോ. എന്താടാ ഈ കാണിക്കുന്നേ? ഞാൻ വേസ്റ്റ്. നീ വേസ്റ്റ് ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വേസ്റ്റ് കളയേണ്ടടുത്ത് കളയണം, മനസ്സിലായടാ? ഓ, അല്ലെങ്കിൽ പണി പാളും. പോ. യെസ്, അതെ. എടി ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്, നമുക്ക് വൈകിട്ട് വേണം. ഓക്കെ. സാറ് പാർക്ക് വേസ്റ്റ് വരാൻ പോവാണോ? അതല്ലടാ, അവളവിടെ വരും. ഞാൻ സ്വപ്നം കാണുന്ന പെണ്ണ്. ഇന്നുവരെ എനിക്കെതിരെ ഒരുത്തിന് ശബ്ദമുയർത്തിയിട്ടില്ല. ഇന്നെന്റെ മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് അവനും തന്നെ അപമാനിച്ചു. ഇവരെ പോലുള്ള അലവരാതിലും അല്ല പട്ടിക്കാട്ടിലേക്ക് സ്ഥലം മാറ്റാൻ ഡാഡിക്ക് ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ. ഭരണപക്ഷം മുഴുവൻ സപ്പോർട്ടല്ലേ, അതിന് തണ്ട അവന്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട ഡാഡി. ഇന്ന് തന്നെ ഇത് ഫിനിഷ് ചെയ്യണം. 2 സോഡയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫിനിഷ് ചെയ്യാൻ സാറേ. എടാ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ആ ചിരഞ്ജീവി IPS അവനെ തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞങ്ങ ഏറ്റെടുത്ത കൊട്ടേഷൻ ഒന്നും ഇതുവരെ പാഴായി പോയിട്ടില്ല സാറേ. ഒരു തെളിവ് പോലും ഉണ്ടാവരുത്. ആർക്കും സംശയം ഉണ്ടാത്ത രീതിയിൽ വേണം ഇന്ന് രാത്രി തന്നെ അവനെ തീർക്കാൻ. അഡ്വാൻസ് തുക 2 ലക്ഷം, ബാക്കി പണി കഴിഞ്ഞു. വളരെ സൂക്ഷിക്കണം. അവനെ എവിടെ വെച്ച് എങ്ങനെ എന്നുള്ളത് ഞാൻ പറയാം. ഒരു ഔട്ട്ലൈൻ സ്കെച്ച് തന്നാ മതി സാറേ, ബാക്കി ഞങ്ങേറ്റി. നോട്ടുകെട്ടുകൾ കൊണ്ട് അസ്ഥിവാരമിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഭരിക്കുന്നവനെ നിയന്ത്രിക്കുന്ന എന്നെ പോലുള്ളവരുടെ മുമ്പിലാ അവന്റെ വേസ്റ്റ് യുദ്ധം. നേരെ ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് കേരളം തുടച്ച് വൃത്തിയാക്കാന്ന് കരുതുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാ. എടാ, വേസ്റ്റ് ഇല്ലാതാക്കാമെന്ന ഈ വേസ്റ്റിനെ വല്ല കായലിലോ പുഴയിലോ കൊണ്ട് തള്ളാ. ഏത് പാകത്തായത്? എവിടെയാണ് ഈ മക്കാരൂട്ടി താമസിക്കുന്നത്? നടന്ന് മനുഷ്യന്റെ പരിപ്പിളകി. ഈ മക്കാരൂട്ടി ഇതെവിടെ പോയി താമസിക്കുന്നോ? ഇതാരാണാവോ? ഹലോ കോയക്ക. ഇക്ക പറഞ്ഞ പോലെ ഞാനിവിടെ എത്തി. പക്ഷേ ഈ മക്കാരൂട്ടി എന്ന് പറയുന്ന പകൻ ഈ ഭാഗത്തൊന്നും ഇല്ല. ഞാൻ ഈ പറയുന്ന ആളുടെ മൊബൈലിലേക്ക് വിളിച്ചു. ഈ നമ്പറിൽ നിലവില്ലാന്ന് ഒരു പെമ്പറൂത്തി ഇങ്ങോട്ട് പറയുന്നത്. ഇനിയിപ്പോ ആരത്തെങ്കിലും ഒന്ന് വഴി ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഏയ് ഹലോ, അതെ, ഇവിടെ ഈ മക്കാരൂട്ടി താമസിക്കുന്ന എവിടെയാണെന്നറിയോ? അതായത് മക്കാരൂട്ടി വെട്ടുവയലിൽ കണ്ടന്തറ വിയോപ്പരും പാവൂര്. ഇറക്കി വെച്ചേ അതൊക്കെ പറഞ്ഞാ മതി. ഇറക്കി പോയി അങ്ങനെ പോയി.
ഇങ്ങോട്ടോ, ഞാൻ പിടിച്ചോളാം. ഒന്ന് ഇതാണ് അഡ്രസ്, കണ്ടോ? आपको क्या चाहिए? മക്കാരോട്ടി ഇവിടെ എവിടെയാ താമസിക്കുന്നേ? क्या चाहिए? അത് ശരി, അപ്പൊ ഇന്ത്യക്കാരനാണല്ലേ? मैं गुजराती हूँ. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് നീ. ഇത് നേരത്തെ പറയാൻ വരാറുണ്ട് എന്റെ പൊന്നി ശൈത്താനെ. നീ ഇപ്പൊ ആരോടൊന്ന് വഴി ചോദിക്കാനാണോ? ചേട്ടന്മാരെ, ഇവിടെ ഈ മക്കാരൂട്ടി താമസിക്കുന്ന എവിടെയാണെന്നറിയോ? നീ ഹിന്ദിയാണോ? ഹിന്ദിക്കാരെ കൊണ്ടൊരു വഴിക്ക് നടക്കാൻ മേലാതായി. അതായതേ മലയാളി, ബംഗാളി. എടാ പൊട്ടന്മാരെ, നിങ്ങൾ ഹിന്ദിക്കാരാണെങ്കിൽ ആദ്യം അത് പറയണ്ടേ? എന്നാ ചെയ്യും? അപ്പൊ ഈ ഭാഗത്ത് മലയാളി ഇല്ലാഹേ? അതിനെന്തിനാ ചൂടാവുന്നത്? അത് ശരി, ഇനി എങ്ങാനും ഹിന്ദി പറഞ്ഞാൽ നിന്നെ ഒറ്റയടിക്ക് താഴെ ഇടിഞ്ഞാൽ. ചുമ്മാ പറഞ്ഞാരാ? കണ്ട തന്നെ അറിയാം ഹിന്ദിക്കാരനാണെന്ന്. ബൈ ബൈ, ഞാൻ സുലൈമാൻ ഹേ. മൈ കസിൻസ് വീരാൻകുട്ടിയെ ഏക് ലड़की देखा हूं ऐसा लगा. എവിടെയാ താമസം? ഹൂം വീരാൻകുട്ടി. ഈ ഭ്രാന്തി ഹിന്ദിക്കാരൊക്കെ എവിടുന്ന് വരാ? അല്ല, അപ്പൊ മലയാളിയാണോ? അവനും പോയി. ഇവരെങ്കിലും മലയാളികളായ മതിയായിരുന്നു. അതെ, മലയാളിയാണോ ഹിന്ദിക്കാരനാണോ? സോറി കേട്ടോ. അല്ല, മലയാളി ഇപ്പൊ പറഞ്ഞതോ? ആണോ? ഉപകാരമായി. ഞാൻ രാവിലെ തൊട്ട് ഒരാളുടെ വീട് തപ്പി നടക്കാം. ഈ മക്കാരൂട്ടി എന്ന് പറയുന്ന ഒരാളെ എവിടെയാ താമസിക്കുന്ന അറിയാവോ? മക്കാരൂട്ടി ഇവിടെ വന്ന് താമസിക്കുന്ന മക്കാരൂട്ടി വന്നെന്ന് പറഞ്ഞ ഒരു 8 മാസമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആണോ? മക്കാരൂട്ടി. കറക്റ്റ് അഡ്രസ് ഉണ്ടോ? അയ്യോ ഉണ്ട്. ഞാനേ രാവിലെ തൊട്ട് ഈ വീടും തപ്പി നടക്കാനേ. കണ്ടതൊക്കെ ഹിന്ദിക്കാര്. നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഞാൻ മലയാളത്തിൽ വായിച്ചു കൊടുക്കാം. ഓഹോ, മക്കാരുകുട്ടി വെട്ടുവയിൽ കണ്ടത്ര പെരുമ്പാവൂർ. അത് തന്നെ, അത് തന്നെ. ഓ, മക്കാരുകുട്ടി അറിയാം, മക്കാരൂട്ടി അത് തന്നെ. ഏത് മക്കാരുകുട്ടി? എടാ, നമ്മുടെ ഇവിടെ കെട്ടിട പണിക്കാൻ ആൾക്കാരെ കൊടുക്കുന്ന മക്കാരുകുട്ടി. അത് തന്നെ, അത് തന്നെ. ഓ, മക്കാരുകുട്ടി. അത് ഇവിടുന്ന് നേരെ എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോ പാപ്പന്റെ ചായക്കട കാണും. അവിടെ ചോദിച്ചാൽ കറക്റ്റ് പറയും. ഓ ശരി, എന്നാ ഓക്കെ. പോകാൻ വരട്ടെ. തനിക്ക് മക്കാരുകുട്ടിയുടെ വീട്ടിൽ പോണോ? അതെ. ആ, ഇപ്പൊ അവിടെ പാപ്പന്റെ ചായക്കടയൊന്നുമില്ല. ഞാൻ വഴി പറഞ്ഞു തരാം. നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോകുമ്പോ ആദ്യം കാണുന്ന വീടാ. ഞാൻ പറഞ്ഞ വഴിയെ പോയാൽ മക്കാരുകുട്ടിയുടെ വീട്ടിൽ ചെല്ലാം. നിങ്ങൾക്ക് അവിടെ ചെന്നാ പോരെ? ഞാൻ പറഞ്ഞുതരാം. നേരെ ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് മാറി ഞാൻ പറഞ്ഞ വഴിയെ പോയാൽ മതി. എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി പറഞ്ഞതാ, വഴി തെറ്റിക്കല്ലേ പ്ലീസ്. ഞാൻ ഒരാളുടെ കാര്യം പറയുമ്പോ ഇടയ്ക്ക് ഒരു വഴി തെറ്റിക്കരുത്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരു വഴി പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നോ? നീ പോകുന്നുണ്ട്. ഈ വഴി തെറ്റിക്കാൻ നടക്കുമല്ലേ? അതെ, മാറ്റുപോലും ചെയ്യണോ? ചേട്ടാ, അതെ ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? മക്കാരൂട്ടി. അതെ. ഇത് അവിടെ നിന്ന് നേരെ വഴിയോ? അപ്പൊ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ? അതിന്റെ തൊട്ടപ്പുറത്ത്. അവിടെയായിരുന്നു. അതെ അതെ, വളരെ ഉപകാരം കേട്ടോ. ആ ശരി. ഇനി തിരിച്ചത്രയും നടക്കണം. അതെ, ഇവർക്കിത് എന്ത് പറ്റിയതാ? ഒരാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തതാ, പിന്നെ കത്തി കുത്തി തീർന്നു. ഞാൻ ഭഗവാനെ കാത്തുകൊള്ളണേ. 11:45 മുഹൂർത്തം. രാഹുകാലത്തിന് സമയമായി. ഫൽഗുണ, വാ പുറപ്പെടാം. ഹർത്താലായോണ്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവോ? ഒരു അപകടം ഉണ്ടാവൂല. മോൻ ധൈര്യോട്ട് വാ. ഹലോ, ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചൊന്ന് പറഞ്ഞേര്. ഹർത്താലായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് യാതൊരു തടസ്സവും വരരുത്. ഓക്കെ ഓക്കെ, ശരി.
ആ ഫൽഗുണ എല്ലാ പഞ്ചായത്തിലെ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് വാ. 62 പെണ്ണുണ്ടിട്ട് അവസാനം ഉറപ്പിച്ച കല്യാണമാണ്. ഹർത്താലിന്റെ പേരിൽ ഈ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കല. അങ്ങനെയൊന്നും പറയില്ല മോനെ. മോൻ ഓരോ അബദ്ധം വരില്ല. ധൈര്യമായിട്ടിരിക്കും. എവിടെ ഇളയച്ചൻ? മന്ത്രം വല്ലതും ജപിക്കുകയാണോ? മന്ത്രവും തന്ത്രവും ഒന്നും അല്ല. 1.5 മണിക്കൂറായി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട്. എവിടെ നിന്റെ പെണ്ണുപിള്ള? ഇവിടെ വിളക്കം പിടിച്ചോണ്ട് നിൽക്കാം. പോയി എടുത്തോണ്ടോ പോ. ആരത്? ഇളയച്ചനാ, വലിയ സ്വാമിയാ. പേര് ദുർബലാനന്ദ. വലിയ ജ്ഞാനിയാ. ദുർബലപ്പെട്ടവരെ ബലപ്പെടുത്തുന്നവൻ അവനാണ് ദുർബലാനന്ദൻ. വല്ല തടസ്സവും മറ്റോ കാണുന്നുണ്ടോ സ്വാമിയെ? പുട്ടും കടലും കഴിച്ചതിന്റെ ചെറിയൊരു തടസ്സമുണ്ട്. അതുകൊണ്ടാണ് 1.5 മണിക്കൂറായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ യാത്രാമധ്യേ യാത്രാമധ്യേ വിഘ്നം വിഘ്നേന വിജംപ്രദം ന പൂനെ. പൂനെ എന്ന് പറഞ്ഞാല് ന എന്ന് പറഞ്ഞാൽ നമ്മൾ. പൂന എന്ന് പറഞ്ഞാൽ ബോംബക്കടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആരുടെ? എന്റെ കൂട്ടുകാരനാ വിജയൻ. വിജയം പരാജയന്തു നമഃ എന്ന് വെച്ചാല് വിജയൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന്. മുഹൂർത്തമായി അനുഗ്രഹിക്കണേ സ്വാമി. അതിങ്ങോട്ട് കൊണ്ടുപോവാ. കുഞ്ചം മൃഗന്തരം സാഷ്ടാംഗ എന്ന് വെച്ചാല് കുനിഞ്ഞു നിക്കടാവേ. എന്താ വിളിച്ച വലിച്ചെറിഞ്ഞ് കളഞ്ഞത്? ദോഷം, തടസ്സം, വിഘ്നം ഇതെല്ലാം പറിച്ചു കളഞ്ഞതാ. എന്റെ തലേന്നൊന്നും കളഞ്ഞില്ലല്ലോ. അത് വേര് പിടിച്ച് ഉറച്ചു പോയി, പറിച്ചിട്ട് പോകുന്നില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഒരു നിമിഷം പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചിട്ട് പോകാം. മാർഗദർശേന ദുർമാർഗ പീഡനെ അഷ്ടപ്രകമ്പ പ്രക്രിയ പീഡനെ പ്രസ്ഫോടന പ്രചോദിത സ്വാഹ. തേങ്ങ ഉടഞ്ഞില്ലല്ലോ. പേടിക്കണ്ട, നമ്മുടെ യാത്ര ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് തേങ്ങ തെളിയിച്ചേക്കുന്നത്. ഈ കല്യാണം കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് ഇളയച്ചൻ പറഞ്ഞില്ലേ? അവന് വല്ല പീപ്പിയും ബലൂണും മേടിച്ചു കൊടുക്കാം. ശിഷ്ടകാലം അവന് ഊതിയെങ്കിലും ജീവിക്കട്ടെ. ഇന്ന് നടക്കാൻ പോണ ഈ കല്യാണത്തെക്കാൾ വേറെ എന്ത് അപകടം ഉണ്ടാവാനാ? സമയം കളയണ്ട. ബാബാ ബാബാ എല്ലാരും കെട്ടിന് സമയമായി. വേഗം ഓടിക്കാൻ അറിയോ? വണ്ടി പോട്ടെ, വേഗം പോട്ടെ. അടുത്താലായിട്ട് ആരെങ്കിലും വഴി തടയോടാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരി. ഇവനെന്തിനാ ഇങ്ങനെ ഈ ഏത്തപ്പഴം തിന്നണം? എന്റെ മോൻ അങ്ങനെയാ. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഏത്തപ്പഴം തിന്നുകൊണ്ടേയിരിക്കും. ഏത്തപ്പഴം മുഴുവൻ തിന്നല്ലേ. പെണ്ണിനെ കണ്ടു കഴിയുമ്പോ വല്ല ടെൻഷൻ കൂടി പോന വഴിക്ക് തിന്നാനുള്ളതാ. ഏത്തപ്പഴത്തിന്റെ ഒക്കെ ഓരോ കഷ്ടകാലം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് ഇതാരാ ഇത്? ഈശ്വരാ, യന്ത്രം നോക്കണം. നീ ഇറങ്ങണേ. അതെ, നിങ്ങൾക്ക് ആരാ? ഇന്ന് ഹർത്താല, വണ്ടി ഓടിക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ. സ്നേഹിതന്മാരെ, ഞാൻ ആരാണെന്ന് എടോ, ഞാനിവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ സ്നേഹിതനാ. അയ്യോ, വല്ല ബസം കിട്ടുവായിരുന്നെങ്കിൽ വീട്ടിൽ പോവാറുണ്ട്. ഈ പണ്ടാരത്തെ കേറിയും പോയല്ല. തല്ലി കൊല്ലണം. ഏത് കൂട്ടുകാരനാണെങ്കിൽ പോകാൻ പറ്റില്ല. അതെ, ഞാൻ കല്യാണ ചെറുക്കന, പേര് ഫൽഗുണൻ. അതെ, ഇവിടുന്ന് 3 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് പാലക്കാട് അപ്പുറം വരെ എത്തണം. പ്ലീസ്, 11:45 പോകാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ മോന്റെ 62ാമത്തെ പെണ്ണുകാലിന് ശേഷം ഉറപ്പിച്ച കല്യാണമാണിത്. പ്ലീസ്, കാല് പിടിക്കാം. കല്യാണം മുടക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? വണ്ടി ഇവിടുന്ന് പോയാൽ ഞങ്ങൾ തല്ലി പൊളിക്കും.
ഈ കുഞ്ഞുമക്കളോട് ഞാൻ തന്നെ സംസാരിക്കാം. അതാ നല്ലത്. അപ്രശ്ന പ്രമേയ പ്രയോജിത പ്രക്ഷപ്ത പ്രൗഢേന ഭ്രാന്തന്മാരെ. അയ്യോ ഇമാർക്ക് നല്ല ഉന്നമായിട്ടാ. കറക്റ്റ് സ്ഥാനത്ത് തന്നെ വീണ്. ലോക്കൽ സെക്രട്ടറിയുടെ ആരാന്നാ പറഞ്ഞേ? സ്നേഹിത. എങ്ങനെ ഇതെത്തും അവിടെ? അച്ഛ എന്റെ കല്യാണം സമയത്ത് മോനെ നീ ഇങ്ങനെ കരയാതെടാ. ദൈവമേ എനിക്ക് മേല. നിന്റെ കല്യാണി അച്ഛൻ നടത്തി തരാന്നേ. അല്ല അത് പറഞ്ഞ എങ്ങനെ ശരിയാവണം? നമ്മുടെ കൂട്ടത്തിലുണ്ടായ രണ്ടുപേരും അവരെവിടെ പോയി? ഞാൻ കണ്ടില്ല. എന്റെ ദൈവമേ ദേവന്. നിങ്ങളിത് എവിടെ പോയേക്ക്? ഞങ്ങളെടുത്ത് എറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത് ഏതാ ഈ സ്ഥലം? ചെറിയ എന്റെ കല്യാണം. നീ ഒന്ന് ധൈര്യമായിട്ടിരി. വേണമെങ്കിൽ ഞാനിപ്പോ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കാൻ. നീ ഒറ്റ ഒരുത്തിന് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. എന്റെ കല്യാണം എന്തെങ്കിലും 11:30 അവിടെ ചെല്ലണോന്ന്. വേഗം വാ. പോടാ. അച്ഛാ അയ്യോ ഇനി ഒരുപാട് പോകാനുണ്ടോ? എനിക്ക് വയ്യേ. അയ്യോ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പൊക്ക്. എന്തൊരു മുടിച്ച വന്നു. എന്താ ആ ടീമിനോട് പറഞ്ഞ നമ്മളെ ടൗണിൽ കൊണ്ടാക്കൂ. ഒന്ന് വേഗം പോയി, എന്റെ കല്യാണം മുടങ്ങൂന്ന്. അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നണേ. മാർഗമധ്യേ മദ്യം മറുകരണം യഥാത്തും അത് പൂങ്കിരണം എന്ന് വെച്ചാല് മദ്യപിച്ച് നിൽക്കുന്നവരൊക്കെ പാവങ്ങളായിരിക്കും. യഥാർത്ഥ മാർഗങ്ങൾ അവർ പറഞ്ഞു തരും. സ്നേഹിതന്മാരെ, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുവാ? ഞങ്ങള് കുളിച്ചോണ്ടിരിക്കുക. മദ്യത്തിൽ കുളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊരു സഹായം ചെയ്യാവോ? എന്ത് സഹായം? അതെ ചേട്ടാ, എന്റെ കല്യാണം 11:45 എങ്ങനെയെങ്കിലും ഒന്ന് ടൗൺ വരെ എത്തിക്കണം പ്ലീസ്. ഇവന്റെ കല്യാണം മുടങ്ങിപ്പോകും, അതുകൊണ്ടാ. ഞങ്ങൾ തന്നെയാണോ? അല്ല ഞാനീ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഒരു സ്നേഹിതനാണ്. എന്തിനാടേ? വേണ്ടേ കുഞ്ഞുങ്ങളെ, പ്രായേന പ്രയോജിത പ്രക്ഷുബ്ധ പ്രാതത ബുദ്ധിദേ. ഈയാക്കുന്ന ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ തന്തക്കാര. നിങ്ങളെല്ലാവരും കൂടി എന്റെ കല്യാണം മുടക്കും. നമ്മൾ തല്ലുകൊണ്ടിയാവും, അത് ഉറപ്പാ. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാനിപ്പോ വരാം. കല്യാണത്തിന് പോണ സമയം പോയി. കുട്ടികളെ, അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ കൊണ്ട് ടൗണിലാക്കൂല അല്ലേ? മദ്യം മദ്യേന ശാന്തി തഥാ മദ്യാന്തം മദ്യമം മധു മധുവൻ ത്രിപ്രതൻ. മനസ്സിലായോ? ഹർത്താലിന്റെ അന്ന് ബാക്കിയുള്ളവരെ കുടുംബത്തുണ്ടാക്കണോടാ പാരട്ടകളെ. എല്ലാവരും കൂടി ഞാനൊരു കാര്യം പറയാണ്. ഈ ഹർത്താൽ കാരണം എന്റെ കല്യാണം അങ്ങനെ മുടങ്ങിയാലുണ്ടല്ലോ. നീ ഒന്ന് സമാധാനിക്കണം, ഇനി സമയമുണ്ടല്ലോ. എന്ത് സമയം? ഉണ്ടായിരുന്ന കാറും പോയി, റോഡിലാണെങ്കിൽ കൂട്ടത്തല്ലും. ബാക്കിയുള്ളവനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, ഒരിത്തിരി വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടിയായിരുന്നു. ഈ ഹർത്താൽ ദിവസമൊക്കെ എവിടെ വെള്ളം കിട്ടാനാണ്? ഞാൻ ഒരു കാര്യം ചെയ്തല്ല, ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ? ഇനി ലോക്കൽ കമ്മിറ്റിയുടെ പേര് പറഞ്ഞ നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണ് വാരിയിടും. അല്ല വെള്ളം ചോദിക്കണോന്ന്. നമുക്ക് ഇയാളോട് കുറച്ച് വെള്ളം ചോദിച്ചാലോ? അയ്യേ, ഇയാളോടാ ചോദിച്ച ഇയാള് തരൂ? കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? കാശ് തരാം. ഇന്ന് ഹർത്താലായതുകൊണ്ടേ ഇന്നലെ തെണ്ടി ഒപ്പിച്ചതാ. വേണേ കുടിച്ചോ. അച്ഛ വാ പോവാ. അല്ല ചേട്ടൻ എന്താ ഇങ്ങനെയായത്? അതെ, ഒരു ഹർത്താലായിരുന്നു എന്റെ കല്യാണം, അന്നോട്ട് ഇങ്ങനെ ആയതാ. അച്ഛ എന്റെ കല്യാണം. നീ ഒന്ന് കരയാതിരിക്കണം. ഒരു ബൈക്കാരൻ വന്നിട്ടുണ്ട്. നമുക്ക് അവനോട് ആ ബൈക്ക് വാങ്ങിട്ടേ ടൗണിൽ പോയി ഒരു വണ്ടി കിട്ടുമെന്നോ?
എന്താ എന്താ അതെ ചേട്ടാ, ഇന്ന് എന്റെ കല്യാണമാണ്. 11:45 മുഹൂർത്തം. എങ്ങനെയെങ്കിലും അടുത്ത ജംഗ്ഷൻ വരെ പോകാൻ ഒന്ന് സഹായിക്കണം. ഞാൻ പിന്നെ കാല് ഈ പിടിക്കും. ഹർത്താലായിട്ട് ആരെങ്കിലും കല്യാണം വെക്കും? പറ്റിപ്പോയി ചേട്ടാ. ചേട്ടനാ ബൈക്കുന്നതാ. ഞങ്ങൾ അടുത്ത ടൗണിൽ പോയി ഒരു വണ്ടി സംഘടിപ്പിച്ചിട്ട് വരാ. മോനെ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറഞ്ഞത്. ഈ ആ ബൈക്ക് വണ്ടി ഒന്ന് കഴിഞ്ഞാ പിന്നെ കൊടുക്കടാ. ഞാൻ എന്ത് ചെയ്യും? ഇല്ല ചേട്ടൻ ഇറങ്ങിക്കോ. വേഗം വരണം. കേറടാ. മാറ്, മാറ്. കേറ്. പുതിയ വണ്ടിയാ, സൂക്ഷിക്കണം. ഞാൻ പൊക്കോളാം, മാറി. കേറി, കേറി, ചെല്ല്. ഇരുന്നോ. വേഗം പോയിട്ട് വാ. വേഗം വരണം. ഷാട്ടാക്കടാ. അതെ, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞേക്കാട്ടെ. വേഗം ആവട്ടെ. ഞാൻ ഇപ്പൊ ഇവിടെ ബൈക്ക് വെച്ചിട്ട് പോയതാണ്. ചേട്ടൻ എവിടെ വെച്ചേ? ദേ ഇവിടെ വെച്ച്. പൂട്ടിയില്ലായിരുന്നു? ഇല്ല, പൊടിയുണ്ടായില്ല. ബൈക്ക് നോക്കുമ്പോ നോക്കാൻ പാടില്ല. ശ്ശേ, ഞാൻ ഓർത്തില്ല. ഇവിടെ അങ്ങനെ കള്ളമാരി ഏരിയൊന്നുമല്ല. ഇതാക്ക് അവരോട് അവരോട് ചോദിക്കാം. ചേട്ടാ, ഇവിടുന്ന് ടൗണിലേക്ക് എത്ര കിലോമീറ്റർ കാണും? നേരെ നിങ്ങൾ ചേട്ടാ വണ്ടി. കല്യാണത്തിന് പോയ ടീമാണ്. അയ്യോ, അടുത്ത ജംഗ്ഷനിലേക്ക് വേണം. ഇരിക്കല്ലേ? ഇളയച്ച, ഓടിക്കോ. എന്റെ ദൈവമേ. ഇളയച്ച, ഇളയച്ച, എന്നെ ഇട്ട് പോവില്ലേ? എന്റെ രാധ, നീ ഇത്ര വട്ടം നിൽത്തിയോ? ചേട്ടൻ ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോന്നു. ഫോൺ ചെയ്തെന്നോ? എപ്പോ? അതൊക്കെ ഇതിനിടയ്ക്ക് നടന്ന്. ഇനി താമസിക്കണം, വേഗം കല്യാണം നടത്താം. ചേച്ചി മാലയിട്. ഇവിടെ വെച്ചോ? നിക്ക് നിക്ക് നിക്ക്. അക്രമ രാഷ്ട്രീയ പ്രചോദയാൽ ഹർത്താലിന് ഉത്തരവാദി ബ്രഹ്മം നശൂലം ന പണ്ഡിത മംഗല്യം തന്തുനാനേന നമഃ. തന്തയില്ലാത്തരം കാണിക്കരുതെന്ന്. എന്താ ഈ പറയണത്? എടാ, ഹർത്താൽ ദിവസം കല്യാണം വെച്ച് കഴിഞ്ഞാൽ കല്യാണ പാർട്ടിക്കാർ കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലായോ? മാലിട്ടോ. അയ്യോ, കെട്ട് കഴിഞ്ഞോടാ. പിന്നെ അതിനൊക്കെ എത്ര സമയം വേണം? ആ അതെ, ചാനലുകാരൻ വന്നിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ നടുറോട്ടിൽ നടന്ന ഈ കല്യാണത്തെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഹർത്താലിന് കല്യാണം നടത്താനാണ് ബുദ്ധി. അധികം ചെലവുമില്ല, ആരെയും വിളിക്കുകയും വേണ്ട. പിന്നെ കുറച്ച് ഓട്ടോ ഓടണമെന്ന് മാത്രം. അതെ അതെ. പെട്ടെന്നുണ്ടായ ഹർത്താൽ മൂലം റോഡിൽ നടുവെച്ച് കല്യാണം നടത്തി. കല്യാണം നടന്ന സ്ഥലത്ത് നിന്നും ക്യാമറമാൻ മനോനോടൊപ്പം റോബിൻ പിറവം. സംസാരിക്കാൻ സമയമില്ല, വേഗം വാ, നിന്നാ പണി വാളും. എന്താ പേര്? വനിത. ആശ്രമത്തിൽ ഒരു വേലക്കാരിയുടെ വാക്കൻസി ഉണ്ടായിരുന്നു. വൃത്തികെട്ടവൻ. ആശ്രമത്തിൽ കൊണ്ടുപോകാനുള്ള ആശ്രമം പരാജയപ്പെട്ടു. കറണ്ട് ചാർജ് റോക്കറ്റ് പോലെ കയറുന്നു. ഒരെണ്ണത്തിന് ഉത്തരവാദിത്തം ഇല്ല. അതിവിടെ പറഞ്ഞതാ. ചെറുക്കന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചെന്നേ. പെണ്ണങ്ങ് ദുബായില് നേഴ്സാ. 5 ലക്ഷം രൂപ തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. അത് കിട്ടിയിട്ട് വേണം ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അതെ 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 അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. അയ്യോ, ദേ അച്ഛൻ. എന്ത് പ്രശ്നമുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ചോട്ടി പുറത്താക്കോ? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കേറി വാ. അയ്യോ, നിക്ക് നിക്ക് നിക്ക്. എങ്ങോട്ടായി ഇടിച്ച് കേറുന്നത്? ആരൊക്കെ? ഇതേതേ പെങ്കൊച്ച്? ഇതെന്റെ ഭാര്യ ഗോമതി. നിന്റെ ഭാര്യ ഗോമതിയോ? സ്വന്തം തന്തയായ ഞാൻ അറിയാതെ നിനക്കൊരു ഭാര്യയോ? അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? ഓടി വേണേ അവിടുന്ന്. പിന്നെ മക്കൾക്ക് മാപ്പ് തരാനുള്ള അച്ഛനും അമ്മയും. അച്ഛൻ മാപ്പ് തരില്ലേ? എനിക്ക് ഞാൻ കോപ്പ് തരും. ഈ പെണ്ണിനെ കൊണ്ട് ഈ വീടിന്റെ പടി കയറാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതെന്റെ വീടാണെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും നടക്കുകയല്ല മോനെ. ഇറങ്ങണ പുറത്ത്. പുറത്തിറക്കി വിട്ടാ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് എവിടെ പോയി താമസിക്കും? നീ ഇതിനെ എവിടുന്നാ വലിച്ചോണ്ട് വന്നേ? അവിടെ കൊണ്ട് ഇറക്കുക. അല്ലാതെ എനിക്കൊന്നും അറിയല.
ഇറങ്ങി പോടാ അവിടുന്ന്. എന്താ ചേട്ടാ ഒരു ഒച്ചപ്പാടും ബഹളവും? ആ എന്റെ പൊന്നി ചേട്ടാ ഒന്നുമില്ല, ഇങ്ങ് വാ പറഞ്ഞുതരാം. ദേ ഈ നിൽക്കുന്നവനെ എന്റെ മോനാ. 5 ലക്ഷം രൂപ ശ്രീധരൻ പറഞ്ഞു ദുബായിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവന്റെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അന്നേരമാണ് ഇവൻ രജിസ്റ്റർ ചെയ്തൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ പറഞ്ഞു വെച്ച എല്ലാം പോയില്ലേ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? ആ അവൻ കല്യാണത്തിന്റെ തലേദിവസം ഈ പെണ്ണുമായിട്ട് ഒളിച്ചോടുവായിരുന്നെങ്കിലോ? അതെ, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ റേസ് ചെയ്ത് മാന്യമായിട്ട് തന്നെ വീട്ടോട്ട് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതിന്റെ അകത്ത് കേട്ടാ ഞാൻ സമ്മതിക്കല്ല. ഇറങ്ങണ പുറത്ത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല പറഞ്ഞേക്കാം. ചേട്ടനൊന്ന് സമാധാനിക്കും. എങ്ങനെ സമാധാനിക്കാനാണോ? എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി മക്കള് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വിഷം കഴിച്ചു മതി. ദേഷ്യപ്പെടാതെ അനുഗ്രഹിക്കേട്ടാ. എന്റെ കൈയല്ല. രണ്ടുപേരും അകത്തോട്ട് പോ. അങ്ങനെ വലിയൊരു ഭാരം തലേന്ന് പോയി. അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് എന്റെ വീടാണോ അതോ ചേട്ടന്റെ വീടാണോ? അല്ല ചേട്ടൻ ഏതാ? ഇതിനു മുമ്പ് ഏരിയ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കയറിപ്പോയോ? അവളുടെ അപ്പനാ ഞാൻ. അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ. പറഞ്ഞേ ബാക്കി നിനക്ക് ഞാൻ തരാടാ. വേണേ ഉണങ്ങുള്ളി. കാർന്നോമാര് പ്രായമായി കഴിഞ്ഞ തന്തമാര് പറയുന്ന ഒന്നും മക്കൾ കേക്കിയല്ല. എന്ത് ചെയ്യാനാ, എല്ലാം വളർന്നു വലുതായി പോയില്ലേ. അയ്യോ അയ്യോ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നെ പറ്റിയുടെ മോനെ. അച്ഛാ, കൊടംപുളിയും വെളുത്തുള്ളിയും ഒരിക്കലും ഒരുമിച്ച് ഉണക്കാൻ വെക്കല്ല അച്ഛാ. നാട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരോ തമ്മിൽ തല്ലി കോമഡി. നാട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരോ തമ്മിൽ തല്ലി കോമഡി. കൊന്നാൽ കോമഡി, കൊന്നില്ലേലോ ബോറടി. വൈഫോ സ്മോളടി, ലൈഫിൽ ഇന്ന് ബോറടി. കാലത്തും വൈകിട്ടും പവർ കട്ടിന് കൂട്ടുന്ന കരണിന്റെ കാശാണ് കോമഡി. കേന്ദ്രത്തിന് തോന്നുമ്പോൾ മാസത്തിൽ കൂട്ടുന്ന പെട്രോളിൻ വിലയാണ് ട്രാജഡി. കറങ്ങി പോകുമ്പോൾ ഓർക്കടി, കളവണ്ടി സർവീസ് വരുമടി. ബാങ്കിലാണ് ആധാരം, വേണ്ടുമെങ്കിൽ കടക്കാരൻ. നാട്ടിൽ നിന്ന് ജീവിച്ച് മതിയായടി, വയ്യാ പാടടി. തക്കാളി, മത്തങ്ങ, കുമ്പളങ്ങ വില കേട്ടാൽ തല ചുറ്റും ട്രാജഡി. കറി വെക്കാൻ വഴിയില്ല, ചിലവാക്കാൻ പണമില്ല, കഞ്ഞിക്ക് ചമ്മന്തി കൂട്ടടി. പൊങ്ങച്ചം നിർത്തടി, പിച്ചടി എടുക്കാനായി നോക്കടി. ബാങ്കിലാണ് ആധാരം, വേണ്ടുമെങ്കിൽ കടക്കാരൻ. നാട്ടിൽ നിന്ന് ജീവിച്ച് മതിയായടി, വയ്യാ പാടടി. നാട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ കോമഡി, പാർട്ടിക്കാരൻ
ആരോ തമ്മിൽ തല്ലി കോമഡി, കൊന്നാൽ കോമഡി, കൊന്നില്ലേലോ ബോറടി, വൈഫോ സ്മോളടി, ലൈഫിൽ ഇന്ന് ബോറടി.